വാക്കുകളും ചില വാഗ്ദത്തങ്ങളും ചില വിഷയങ്ങളും ദൈവം പറഞ്ഞിട്ടാണ് നീ ദൈവത്തിന്റെ വേലയ്ക്ക് കർത്താവിന്റെ കലപ്പയ്ക്ക് കൈവച്ചത്. അങ്ങനെയെങ്കിൽ ഇന്നു രാത്രി ഞാൻ നിന്നോട് വിളിച്ചു പറയുന്നു, കർത്താവ് നിന്നോട് അരുളി ചെയ്തത്, കർത്താവ് നിന്നോട് അറിയിച്ചത് നീ കാണും. നിന്റെ സന്തതി നിന്റെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ദൈവം നിന്നോട് ചിലത് അരുളി ചെയ്തിരുന്നു. അത് നിന്റെ തലമുറകളിൽ നീ കാണും. ഈ ദേശത്ത് നീ കയറി വരുമ്പോൾ, ഒരു കാലി വിസയിൽ നീ ദേശത്ത് കയറി വരുമ്പോൾ ദൈവം നിന്നോട് ചിലത് പറഞ്ഞിരുന്നു. ഈ 2026 നീ അത് കാണും. വിശ്വസിക്ക്. I shall see the fulfillment of the promises of God. Las menedia Rumania tolo rohosi adara. എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത്, എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത്, അത് സ്വപ്നത്തിലാകട്ടെ, അത് ദർശനത്തിലാകട്ടെ, അത് നീ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാക്യത്തിൽ നിന്നാകട്ടെ, ഒരു പ്രവാചകൻ നിന്റെ വീട്ടിൽ കയറി വന്ന് പറഞ്ഞതാകട്ടെ, ഒരു ശുശ്രൂഷയിൽ ഒരു അഭിഷക്തൻ നിന്നെ തൊട്ടിട്ട് പറഞ്ഞതാകട്ടെ, ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. വിശ്വാസത്തോടെ അത് വിളിച്ചു പറ. I shall see what God has spoken to me. I shall see what God has spoken to me. ദൈവം എന്നോട് അരുളി ചെയ്തത് എന്റെ കണ്ണുകൾ കാണൂ. ദൈവം എന്നോട് അരുളി ചെയ്തത് എന്റെ കണ്ണുകൾ കാണൂ. ദൈവം എന്നോട് അരുളി ചെയ്തത് എന്റെ കണ്ണുകൾ കാണൂ. ലാസ്മലി പ്രബർധാനിയ റബ പ്രബർധാനി. Ignite the prophetical anointing in you and declare it in the kingdom authority. നിന്റെ അകത്തു കിടക്കുന്ന പ്രവാചക അഭിഷേകത്തെ തൂണ്ടി ഉണർത്തി നിന്റെ മേൽ വീണിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അധികാരത്തിൽ ശബ്ദമുയർത്തി ഡിക്ലെയർ ചെയ്ത്, ദൈവം എന്നോട് അരുളി ചെയ്തത് ഞാൻ കാണുക തന്നെ ചെയ്യും. കുഞ്ഞുങ്ങളെല്ലാം വായി തുറന്ന് പറഞ്ഞ്, ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ കാണും. ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ കാണും. കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം വായി തുറന്ന് പറഞ്ഞ്, ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ കാണും. I shall see what God has spoken to me. ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ കാണും. വായി തുറന്ന് ശബ്ദമായി പറ, ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ കാണും. അതൊരു ചെറിയ സ്വപ്നമായിരിക്കാം, അതൊരു ദർശനമായിരിക്കാം, അതൊരു ദൂതായിരിക്കാം, അതൊരു പ്രവചനമായിരിക്കാം. whatever may be, ഇന്ന് പകൽ ഞാൻ അധികാരത്തോടെ പറയുന്നു, you shall see. Lama raseli hatenia larto lakenia prabel batonia prabesh reteni gesetelie. ദൈവം എന്നോട് അരുളി ചെയ്തത്, ദൈവം എന്നോട് അറിയിച്ചത് ഞാനത് കാണുക തന്നെ. പ്രവാചക, നീ പ്രവചിച്ചത് നടക്കണമെങ്കിൽ ആകാശത്ത് കിളിവാതിൽ ഉണ്ടാക്കിയാൽ പോലും നീ പ്രവചിച്ചത് നടക്കത്തില്ല. പ്രവാചക, നിനക്ക് സമയമില്ല. നീ പറഞ്ഞത് 24 അവേഴ്സിന്റെ ടൈം ലൈനാണ്. നീ പറഞ്ഞത് നടക്കണമെങ്കിൽ ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടായാലും സംഭവിക്കത്തില്ല. പ്രവാചകൻ അവനോട് തിരിച്ചു പറഞ്ഞു, ആകാശത്ത് കിളിവാതിൽ ഉണ്ടാകുമോ വലിയ വാതിൽ ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് നിവർത്തീകരിക്കുക. അത് ഞാൻ മാത്രമല്ല, നീയും കാണുക തന്നെ ചെയ്യോ. പിറ്റേന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ ഇസ്രായേലിന്റെ നടുവിൽ ക്ഷാമത്തിന്റെ കെട്ടുപൊട്ടിയെങ്കിൽ ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടട്ടെ. വാഗ്ദത്തങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടട്ടെ. വാഗ്ദത്തങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടട്ടെ. All the promises. Ribala hadana 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 hadaria. Rabala gadaga syambrama janaga turibiri gadaga thana masya. Pramash marthenia.
ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, ഈ രാത്രി ദൈവത്തിന്റെ പൈതലേ, ഒരു മണി മണ്ണിൽ വിതയ്ക്കുന്നത് പോലെയാണ് നിന്റെ മേൽ വീണ ഒരു വാഗ്ദത്തം. ഒരു മണി മണ്ണിൽ വിതച്ചതുപോലെയാണ് നിന്റെ മേൽ വീണിരിക്കുന്ന വാഗ്ദത്തം. ഇന്ന് നിന്റെ ശരീരം ഒന്ന് തപ്പി നോക്കിയേ. എത്ര വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് സീഡ് ചെയ്തിട്ടുണ്ട്, എത്ര വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് സീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, നിന്റെ മണ്ണിനകത്ത് വീണ സീഡ് അത് കിളിർക്കണമെങ്കിൽ ഒരു മഴ അതിന്മേൽ പെയ്യണോ, ഒരു നനവ് അതിന്മേൽ പെയ്യണോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നനവ്, പരിശുദ്ധാത്മാവിന്റെ മഴ നിന്റെ മേൽ പെയ്യുമ്പോൾ നിന്റെ അകത്ത് വേർഡ് വിതച്ച സീഡുകൾ, ദൈവം വിതച്ച വേർഡുകൾ ഇന്ന് രാത്രി അത് പൊട്ടി മുളയ്ക്കട്ടെ. എതിർ നിൽക്കുന്ന പോരുകൾ സിമന മഹത്തരാദി ലബന ബഡഗല ഘടക സ്യംപ്രഭാർത്ഥാനിയ ലമാർത്ഥാനിയ ലബഹർത്ഥാനിയ ലമാരിയ ഘടന ഘടന ഘടനം പ്രവർത്താനി. നീ ഒരു ബറിയൽ ഗ്രൗണ്ട് അല്ല, നീ ഒരു ബറിയൽ ഗ്രൗണ്ട് അല്ല, നീ ഒരു ഫീൽഡാണ്. ഇന്ന് രാത്രി നീ തിരിച്ചറിയണോ, കുഴിച്ചിട്ടാൽ അവിടെ തീരുന്ന ഒരു ശവക്കല്ലറയല്ല നീ. പകരം വിത്ത് ഇട്ടാൽ അത് മുളച്ചു വരുന്ന ഒരു നല്ല നിലമാണ് നീ. പ്രമോർത്തി മാർഗബഹം സഭ പ്രവർത്താനി ലസ്മനിയ പടാകടം പ്രബന്ധാരിയം പ്രപഞ്ചോരിയം പ്രവർത്താനി. ഞാൻ കാണും, ഞാൻ കാണും, ഞാൻ കാണും, ഞാൻ കാണും. ലൈസല മഹത്തന മഹം സഭ പ്രവർത്താനി ധീബ പ്രഭാഷകറ്റാർത്ഥാനി ധീബ പ്രഭഷ്മൽപേരിയ ലോർത്തെ മെഹറ്റിയ നാറാസതേരി പ്രമേഷ്മൽ കറ്റേരിയ ധീമ ഹസതാരിയ ശിഖല മഹത്തര പ്രവർത്ത ധീബ പ്രഭഷ പ്രവർത്താനി. Jesus, 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 Jesus. Karma harthana prabashpata rakatira prabashpata rakala pravartani shiva pravartani karma. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളോടൊരു കാര്യം പറയട്ടെ. നിന്റെ വിശ്വാസത്തിൽ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, നിന്റെ അവിശ്വാസത്തിലും ദൈവം പ്രവർത്തിക്കും. പക്ഷേ വിശ്വാസത്തിലായിരുന്നാലും അവിശ്വാസത്തിലായിരുന്നാലും പറയുന്നത് നിന്റെ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കണം. തോമസ് പറഞ്ഞു, അവിശ്വാസമാണ് തോമസ് പറയുന്നത്. പക്ഷെ പറയുന്ന അവിശ്വാസത്തിനകത്തും തോമസ് പറയുന്നത് ഒരു എക്സ്പെക്റ്റേഷനാണ്. തോമസ് പറയുകയാണ്, ഞാൻ അവൻ്റെ വിരലിൽ കയ്യിൽ തൊടും, ഞാൻ അവൻ്റെ ആണിപ്പാടിൽ തൊടും, ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് വിരലിടും. അപ്പോൾ തോമസ് പറയുകയാണ്, അവൻ്റെ വിലാപ്പുറത്ത് എനിക്കൊരു വിരലിടാൻ തക്കവണ്ണം ആഴം ഇപ്പോഴും ഉണ്ട്. തൻ്റെ അവിശ്വാസത്തിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിച്ചു. പക്ഷേ തൻ്റെ അവിശ്വാസത്തിനകത്തും തൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നത് എന്തായിരുന്നു എന്നറിയാമോ? വിശ്വാസത്തിൻ്റെ വാക്കുകളായിരുന്നു. ജീസസ്, യേശു 8-ാം ദിവസം പിന്നെയും ശിഷ്യന്മാരുടെ നടുവിൽ ഇറങ്ങി വന്നു. എന്തിനാ കർത്താവേ വന്നത്? കർത്താവ് പറയും, വിശ്വാസത്തിൻ്റെ തീഷ്ണതയില്ലാത്ത ഒരുത്തനെ ബലപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. പ്രേഷ്മരി കൽമറ തുരാമനം പ്രപഞ്ചരം പ്രൗഢഭൗഷ്യം പ്രബാൽധനം പ്രമേഷ്മനം പ്രഹാദരം പ്രൗഢമൗഷ്യം പ്രബാൽധേനിയ റികാൽ മഹസത്തരാധിയ. I shall see what God has spoken to me. ദൈവം എന്നോട് പറഞ്ഞത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കണം. ദൈവം പറഞ്ഞത് ഞാൻ കാണും. അങ്ങനെയെങ്കിൽ മനുഷ്യൻ പറഞ്ഞത് ഞാൻ
കാണത്തുമില്ല. പിശാച് പറഞ്ഞത് ഞാൻ കാണത്തുമില്ല. ഏലിയാവിൻ്റെ അടുക്കൽ ഇസബേൽ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നാളെ ഈ നേരത്ത് ഞാൻ നിന്നെ ബാലിൻ്റെ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ആക്കി തീർക്കും. സ്തോത്രം. എന്നാൽ ഏലിയാവ് തൻ്റെ ആയുസ്സിൽ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? മരണം കണ്ടിട്ടില്ല. ഏലിയാവ് മരണം കണ്ടിട്ടില്ല. ഇസബേൽ പറഞ്ഞത് ഏലിയാവ് കാണുകയില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽ 1-2 മിനിറ്റുകൾ ദൈവമക്കൾ ആത്മാവിൽ ഒന്ന് ജാഗരിച്ച് കയറി വന്നാട്ടെ. ആമേൻ. ആമേൻ. ചില ഡിമോണിക് വേർഡിക്സുകൾ നള്ളിഫൈ ചെയ്യപ്പെടട്ടെ. ചില ഈവിൽ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ജാഗരിച്ച് കയറി വന്നാട്ടെ. ആത്മാവിൽ ജാഗരിച്ച് കയറി വന്നാട്ടെ. ആത്മാവിൽ ജാഗരിച്ച് കയറി വന്നാട്ടെ. അധികാരത്തോടെ അന്യഭാഷകളിൽ സംസാരിച്ച് ആത്മാവിൽ ഒന്ന് ജാഗരിച്ച് കയറി വന്നേ. ചിലത് പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. മനുഷ്യൻ പറഞ്ഞത് നടക്കാതെ പോകട്ടെ. പിശാച് പറഞ്ഞത് നടക്കാതെ പോകട്ടെ. നീ കണ്ട ചില ദുസ്വപ്നങ്ങൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുകയാണ്. ഇതാ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ ശുശ്രൂഷിക്കുവാൻ പറയുന്നു. നീ കണ്ട ചില ദുർസ്വപ്നങ്ങൾ അത് ക്യാൻസലായി പോവുകയാണ്. നീ കണ്ട ചില ദുർസ്വപ്നങ്ങൾ അത് ക്യാൻസൽ ആവുകയാണ്. കൃപ ലഭിച്ച ദൈവജനം പരിശുദ്ധാത്മാവിൽ ജാഗരിച്ച് കയറി വരട്ടെ. കൃപ ലഭിച്ച ദൈവജനം പരിശുദ്ധാത്മാവിൽ ജാഗരിച്ച് കയറി വരട്ടെ. നീ കണ്ട ചില ദുസ്വപ്നങ്ങൾ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുകയാണ്. നീ കണ്ട ചില ദുസ്വപ്നങ്ങൾ അത് പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുകയാണ്. ചില ദുസ്വപ്നങ്ങൾ നിനക്കെതിരായ ചില വിഷൻ റലത്തിൽ വെളിപ്പെട്ട അന്ധകാര ചലഞ്ചുകൾ ഇന്ന് രാത്രി ഐ ക്യാൻസലിംഗ് the demonic challenges. Fire. Canceling the demonic verdicts in the Holy Spirit, in the kingdom authority, in the power of blood of Christ. യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങൾക്കെതിരെ പിശാച് വാദിച്ച വെല്ലുവിളികൾ ഇന്ന് രാത്രി ക്യാൻസൽ ആകട്ടെ. ഹെൽത്ത് റിലേറ്റഡ് ശത്രു വാദിച്ചത് ക്യാൻസൽ ആകട്ടെ. ഹെൽത്ത് റിലേറ്റഡ് ശത്രു വാദിച്ചത് ക്യാൻസൽ ആകട്ടെ. നിനക്ക് മരണ ദിവസം എഴുതിയ പിശാച് ലജ്ജിക്കട്ടെ. നിനക്ക് മരണ ദിവസം എഴുതിയ പിശാച് ലജ്ജിക്കട്ടെ. ഭീമാ രഹസ്യ പ്രവർത്തനി ആദാർ മാസം 13-ാം തീയതി മോർദെഖായിക്ക് മരണം വിധിച്ച ഹാമാന്യ ശക്തികൾ തകർന്നതുപോലെ പിറ്റേ ദിവസം ഏലിയാവിന് മരണം വിധിച്ച് ഇസബേലിയ അധികാരങ്ങൾ ചിതറിയതുപോലെ canceling the demonic verdicts, nullifying the demonic authorities. Lorabo lokatoria, oh raba shagala banagadaga deribigida bauda barthania, laba pravarthania, riboria pravarthoni. Yeshubinda namathil all the voices of curses, all the voices of curses, all the voices of jealous, all the voices of curses, all the voices of jealous. പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഒരു തീ പോലെ തൊടുന്നു. അതൊരു ബ്രേക്കാണ്. യെസ്, പൊട്ടട്ടെ. കുശവന്റെ പാത്രം പോലെ പരിശുദ്ധാത്മാവ് ചിലതിനെ ഉടച്ചു കളയുന്നു. ഒരു ദൈവശക്തി നിന്റെ അകത്ത് തൊടുന്നു. യെസ്, അഴിഞ്ഞുപോ. Some chasing spirits, I break it in Jesus' name. The voices of curses,
ശാപത്തിന്റെയും പ്രാക്കിന്റെയും വാക്കുകൾ ഇന്ന് പകൽ ആത്മാവിന്റെ അധികാരത്തിൽ ബ്രേക്ക് ചെയ്തേ. അധ്യാപക ശാപങ്ങൾ, മാതൃപിത ശാപങ്ങൾ, അയൽപക്ക ശാപങ്ങൾ, പൗരോഹിത്യ ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോ. അസാധാരണമായി ചിലരെ പരിശുദ്ധാത്മാവ് എംപവർ ചെയ്യുന്നു. ഓ സന്തല സന്തല സന്താരി ഘടകം. നിന്റെ വായിൽ ഒരു പുതിയ ഭാഷ വീഴുന്നു. നിന്റെ വായിൽ ഒരു പുതിയ ഭാഷ വീഴുന്നു. Open your mouth and declare it aloud. Say it aloud. This is the power of Holy Ghost. Riba baba shagala gadi gada 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 gada. Ramana gadi gada 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 gada. Rimani gada 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 gada. Shagali gadu gajana dana. Primaribam prabhachagam. Pramanjalam prudalagam. Prabhashat therigas. Valti manachanam. Privat. Adi. Sadana hadana gadana gadana gadana. Primarthane manangataniya. നിന്റെ സാമ്പത്തിക മേഖലയ്ക്കെതിരെ അസൂയയുടെ പിരിമുറുക്കങ്ങളിൽ ഉയർന്നു വന്ന all the voice of murmurings, all the voice of jealous, all the voice of curse, യേശുവിന്റെ നാമത്തിൽ പൊട്ടി പാതാളത്തിൽ പോ, പൊട്ടി പാതാളത്തിൽ പോ. ഓ സ്പിരിറ്റുവലത്തിന്റെ അത്യന്ത ശക്തി ഇതിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. The spirit authority is being manifested. കൃപ ലഭിക്കുന്നവർ, ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ കരമടിച്ച് ശക്തമായി പുല്ലബനഗഡഗരഗര റിമനഗഡഗരഗലഗദാരിയ പ്രമജാല ഘടക സിധാനധന ഹതനാജനാദരഘടകധാരി. പരിശുദ്ധാത്മാവിനെ ശക്തമായി പ്രേരിപ്പിക്കുന്നു. ചില മിനിറ്റുകൾ കൂടെ അന്യഭാഷകളിൽ തന്നെ സംസാരിച്ചു കൊണ്ട് നിൽക്കുവാൻ. കാരണം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, he is cancelling some verdicts. He is nullifying the verdicts. ക്ലെയിമുകൾ ക്യാൻസൽ ആകട്ടെ, ക്ലെയിമുകൾ ക്യാൻസൽ ആകട്ടെ, വേർഡിക്റ്റുകൾ നള്ളിഫൈ ചെയ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് തൊടട്ടെ. യേശുവേ സ്തോത്ര 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 സ്തോത്ര. ലേസ്മലി ബല ജപ പ്രവർത്തന രേഷ്മ പ്രവർത്തന. ആക്ടിവേറ്റ് ആക്ടിവേറ്റ്. പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ആകപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ആകപ്പെടുന്നു. ഇതിന്റെ അകത്തൊരു ദൈവശക്തി ചാർജ് ആകുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ചാർജ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ചാർജ് ചെയ്യുന്നു. ഇത് നിന്റെ സമയമാണ്. അതിരിട്ട ശത്രുബലങ്ങളെ ഭേദിച്ച്, അതിരിട്ട ശത്രുബലങ്ങളെ ഭേദിച്ച് break the boundaries, break the boundaries. ഒരു തീ നിന്റെ മേൽ വീഴുന്നു, ഒരു തീ നിന്റെ മേൽ, ഒരു അഗ്നി നിന്റെ മേൽ വീഴുന്നു. ദൈവത്തിന്റെ പൈതലെ ഒരു അഗ്നി നിന്റെ വീഴുന്നു.
ഒരാക്കിന് നിന്റെ മേൽ വീഴുന്നു, ഒരാക്കിന് നിന്റെ മേൽ വീഴുന്നു, ഒരാക്കിന് നിന്റെ മേൽ. The fire is falling upon you. നിനക്കതിരിട്ട ശക്തികളെ നീ ഭേദിക്കുകയാണ്. You are crossing the boundaries. You are crossing the boundaries. Tonight you are breaking the boundaries. Yes. ചില സൈത്തനിക് ഫെൻസിങ്ങുകൾ ഞങ്ങൾ ആത്മാവിന്റെ അധികാരത്തിൽ ധീരതാരഘടക പ്രമനാചരാധിയ പ്രോൽമഹസധാനിയ ധിമല്ലഹസധാനിയ ലർധമഹധാനിയ ലബഹധാനിയ പ്രബഷ്മർധാനിയ പ്രാസ്മല ഹടന ഹടന ഹടാനിയ റൽധമഗന ഘടകശ്യം പ്രവർത്താനി. ആത്മാവിന്റെ ശക്തി അറിയുന്ന ദൈവജനം മാത്രം ആത്മമണ്ഡലത്തിനകത്ത് ദൈവ്യ ദർശനങ്ങൾക്കകത്ത് കയറി നിന്ന് ദൈവകൃപയ്ക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യട്ടെ. ലസ്മലഗടഞ്ജനാജനം പ്രവർത്തനിമം പ്രപഞ്ചാലം ത്രിഭാജകം പ്രൗഢിമർത്ഥാനം പ്രഭഷ്. The spirit is furious. The spirit is furious. Rala harabala. Pramaniya, 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 pramaniya. Pramala pravarthaniya, pravasha pravarthaniya. Pravasha pravarthaniya, pravasha kalgaradi. Ramangalam pravasha pravarthaniya. Oh. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു സോഫ്റ്റ്നെസ് അല്ല ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു ടെൻഡർനെസ് അല്ല ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന, ഭയങ്കര തീഷ്ണമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൃപയുടെ തലത്തെ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. പ്രഭാജിയം പ്രാൽകധാരിയ ലൈധാർമസ പ്രവർത്തനിയ. Break the fencing. Break the fencing. Sehetiana mahatana bap. Lartunia hadana hadana gad. Ramesh Madhania. Ramas Mahadani. Almahasa. Stotram. ദൂതന്മാർ അവരെ വിട്ട് പോയ ശേഷം ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൂതൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം നിനക്ക് വേണ്ടി ഒരു മെസ്സഞ്ചർ ഏഞ്ചൽ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരുന്നു. ആ ഏഞ്ചൽ തൻ്റെ ശുശ്രൂഷ, ആ ദൂതന്മാർ അവരുടെ ശുശ്രൂഷ തികച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇനിയും ആരുടെ പാർട്ടാണ്? നമ്മുടെ പാർട്ടാണ്. ഇനിയും ദൂതന്മാർക്കല്ല ചെയ്യുവാനുള്ളത്, എനിക്കും നിനക്കുമാണ് ചെയ്യുവാനുള്ളത്. യെസ്, ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് അത് തികച്ചിരിക്കുന്നു. ദൂതന്മാർ അത് തികച്ചിരിക്കുന്നു. ഇനിയും ആക്ട് ചെയ്യേണ്ടത്, ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഞാനാണ്. ഇതിനി എൻ്റെ സമയമാണ്, ദൂതന്മാരുടെ സമയമല്ല. ഇത് എൻ്റെ സമയമാണ്, ഇതെൻ്റെ സമയമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ദൂതന്മാർ ദൂരത്തിരിക്കുന്ന ഇടയന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ഈ കാര്യം പറയുകയാണ്. ഈ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ, ഈ നസറത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്ന യോസഫും മറിയയും അവർ കടന്നു പോകുമ്പോൾ ഒരു വഴിയമ്പലത്തിലെത്തി.
വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവർ കുഞ്ഞിനെ എന്തു ചെയ്തു? പശുത്തൊട്ടിയിൽ കിടത്തി. 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 2-ാം അധ്യായം 7-ാം വാക്യം. അപ്പോൾ ഈ വഴിയമ്പലത്തോട് ചേർന്ന് ചില പശുത്തൊട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വലിയ ഹൈവേകളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഒരു പെട്രോൾ ബങ്കും അതിനോട് ചേർന്ന് ഒരു ട്രക്ക് ബേയും അതിനോട് ചേർന്ന് മക്ഡൊണാൾഡ്സിൻ്റെയോ ഏതെങ്കിലും ഒരു ചെറിയ റെസ്റ്റോറൻറ്റും ഒരു 10 റെസ്റ്റ് റൂമുകളും കൂടെ കാണും. അപ്പോൾ ഇതുപോലത്തെ അന്നത്തെ സ്ഥലങ്ങളാണ് ഈ വഴിയമ്പലം. അപ്പോൾ ഈ വഴിയമ്പലത്തിനകത്ത് സ്ഥലമില്ലാതെ വരുമ്പോൾ അതിൻ്റെ വെളിയിൽ ഈ ട്രക്ക് ബേയും ഫ്യൂവൽ സ്റ്റേഷനും ഉള്ളതുപോലെ ദൂരയാത്ര ചെയ്യുന്നവർക്ക് ഈ പശുക്കളെ, ഈ മൃഗങ്ങളെ ഫീഡ് ചെയ്യാൻ തക്കവണ്ണം, റീഫ്യൂവൽ ചെയ്യാൻ തക്കവണ്ണം ഈ വഴിയമ്പലത്തിൻ്റെ ഇടയിൽ കുറേ സ്ഥലം എന്ത് ചെയ്യുമായിരുന്നു എന്നറിയാമോ? ഇങ്ങനെ കറ്റകളെ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പോൾ വഴിയമ്പലത്തിലും കറ്റയിലും. അപ്പോൾ ഈ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ അനേകരും എന്ത് ചെയ്യുമെന്നറിയാമോ? ഇപ്പം നമ്മൾ ഈ വലിയ ട്രക്ക് ബേയിലൊക്കെ ചെല്ലുമ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സ് ഒത്തിരി പേര് എന്ത് ചെയ്യും? ട്രക്കിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങും. അവർക്ക് ഈ റെസ്റ്റ് റൂം ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ട്രക്ക് ബേ പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ പശുത്തൊട്ടി, ഇങ്ങനെ കിടക്കുന്ന കറ്റകൾ. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അങ്ങനെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായക കൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഹട്ട്, അവിടെ ഒരു ഹട്ട്. ഈ ഹട്ടിൻ്റെ ഇടയ്ക്ക് മുഴുവനും എന്തായിരിക്കും? ഈ മൃഗങ്ങളെ കെട്ടാനുള്ള സ്ഥലവും കറ്റകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയുമായിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ കച്ചവടക്കാരുണ്ടായിരിക്കും. മൃഗങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് കറ്റയ്ക്ക് വില പറയുന്നു, കറ്റ എടുത്തു കൊടുക്കുന്നു, അവർ കൊള്ളുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ കുറേ പേര് എന്ത് ചെയ്യുകയാണ്? ലേബേഴ്സ് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ഈ ഇടത്താണ് യേശുവിനെ എന്ത് ചെയ്യുന്നത്? കൊണ്ട് കിടത്തുന്നത്. അവിടെ പെട്ടെന്ന് അവരൊരു കവറിങ് ഒക്കെ അടിച്ചു കൊടുത്തു. അവിടെ മറിയം പ്രസവിക്കുന്നു. അതിനുശേഷം പശുത്തൊട്ടിയിൽ കിടത്തുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാരണം, ഈ വഴിയമ്പലത്തിൽ സ്ഥലമില്ല. അപ്പോൾ ഈ വഴിയമ്പലം ഫുള്ള് ആൾക്കാരാണ്. ഈ വഴിയമ്പലത്തിൻ്റെ വെളിയിലും മുഴുവനും എന്താണ്? ആൾക്കാരാണ്. ഇവരുടെ എല്ലാം കണ്ണിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ആര് ജനിച്ചു കിടക്കുന്നത്? യേശു ജനിച്ചു കിടക്കുന്നത്. അവിടെയുള്ള ഒരാളുടെ അടുക്കൽ കർത്താവ് പറഞ്ഞോ ഇത് മിശിഹയാണെന്ന്? കർത്താവ് പറഞ്ഞോ? ഇല്ല. കയ്യെത്തും ദൂരത്ത് കണ്ണിൻ്റെ മുമ്പിൽ കിടക്കുന്നത് മിശിഹയാണെന്ന്, അത് വാഗ്ദത്തമാണെന്ന്, അത് രക്ഷകനാണെന്ന് കർത്താവ് പറയാതിരിക്കുമ്പോൾ, ആമേൻ, ഞാൻ ഇങ്ങനെ പറയാം, അക്സസിബിൾ പോയിന്റിൽ നിൽക്കുന്നവർക്ക് വെളിപ്പെടാത്ത വിഷയം ഇൻഅക്സസിബിൾ പോയിന്റിൽ നിൽക്കുന്നവരുടെ അടുക്കൽ കർത്താവ് എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്. ഇന്ന് ഞാൻ അതിൻ്റെ ഒരു സ്മോൾ വെർഷൻ നിങ്ങളോട് പറയാം. എൻ്റെ സഹോദരങ്ങളെ, സ്തോത്രം, ഖത്തറിൽ കിടന്ന എത്രയോ നന്മകൾ ഖത്തറിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് കാണാൻ കഴിയാതിരുന്നപ്പോൾ, കേരളത്തിലെ ഏതോ കുഗ്രാമത്തിൽ കിടന്ന നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആ നന്മയെ ദൈവം കാണിച്ചു തന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, അക്സസിബിൾ പോയിന്റിൽ നിൽക്കുന്ന ചിലർക്ക് കാണാൻ കഴിയാത്ത സംഗതികളെ ഇൻഅക്സസിബിൾ ആയിട്ട് കണ്ടെത്താൻ കഴിയാതെ വണ്ണം വിദൂരതയിൽ നിൽക്കുന്ന ചിലരുടെ അടുക്കൽ കർത്താവ് പറയുകയാണ്, ദാവീദിന്റെ പട്ടണത്തിൽ ഇതാ യേശു ജനിച്ചിരിക്കുന്നെന്ന്. മറിയം പ്രസവിക്കുന്നത് കണ്ടുകൊണ്ട് നിന്നവരുണ്ട്. മറിയത്തിൻ പ്രസവിച്ച് കുഞ്ഞിനെ ചോര കഴുകി എടുത്ത് പശുത്തൊട്ടിയിൽ കിടത്തുന്നത് കണ്ടുകൊണ്ട് നിന്നവരുണ്ട്. അവരുടെ അടുക്കൽ, ആരുടെ അടുക്കലും ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞില്ല ഇത് മിശിഹയാണെന്ന്. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, ആമേൻ, നിന്നെക്കാട്ടിലും കഴിവും പ്രാപ്തിയും ശക്തിയും സാമർഥ്യവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള 10,000 പേരുടെ അടുക്കൽ പറയാതെയാണ്, ആമേൻ, കഴിവ് കൊണ്ട് ദൂരത്ത് നിൽക്കുന്ന, പ്രാപ്തി കൊണ്ട് ദൂരത്ത് നിൽക്കുന്ന, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കൊണ്ട് ദൂരത്ത് നിൽക്കുന്ന, എഡ്യൂക്കേഷൻ കൊണ്ട് ദൂരത്ത് നിൽക്കുന്ന, പവർ കൊണ്ട് ദൂരത്ത് നിൽക്കുന്ന നിന്നോട് ദൈവം ചിലത് കണക്ട് ചെയ്യുകയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളൊരു വലിയ ക്യൂവിലാണ്. നിങ്ങളെക്കാൾ കഴിവും പ്രാപ്തിയും മാർക്കും എഡ്യൂക്കേഷനും ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും എല്ലാം ഉള്ളവരാണ് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ അവർക്കാർക്കും വെളിപ്പെടാത്തതൊന്ന്, ഈസിലി ആക്സസ് ചെയ്യാൻ കഴിവുള്ളവർക്ക് വെളിപ്പെടുത്താതെ, ഈസിലി ആക്സസ് ചെയ്യാൻ കഴിവുള്ളവർക്ക് കാണിച്ചു കൊടുക്കാത്തത്, എൻ്റെ ദൈവം ഇന്ന്
രാത്രി ദൂരത്ത് കിടക്കുന്ന എത്തിപ്പിടിക്കാൻ ഒരിക്കലും കഴിയാതെ കിടക്കുന്ന എനിക്ക് ഇന്ന് രാത്രി എൻ്റെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ചില കണക്ഷനുകൾ ഇതിനകത്ത് സ്ഥാപിക്കുകയാണ്. ചില കണക്ഷനുകൾ ദൈവം ഇതിനകത്ത് ലാൽ ബാര പ്രഭാഷ പ്രവർത്താനിയ രാല പ്രവർത്താനിയ രാസ്മർത്താനിയ ഏ ലേ 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 ലി അല ബാബാ 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 രേലിയ ഹഡന 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 ഗാരിയ റോലിയ പ്രവർത്താനിയ റബ ബാബാ ബാബാ ശം പ്രവർത്താനിയ ലർഥമ ഹട്ടാനിയ. ആമേൻ ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, വാഗ്ദത്തം ഒരിക്കലും അക്സസിബിൾ ആയിരിക്കത്തില്ല. ആമേൻ. അക്സസിബിൾ പോയിന്റിൽ കിടക്കുന്നത് ഒരെണ്ണം വാഗ്ദത്തമേ അല്ല. ആമേൻ. അത് ദൈവം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 26:7. അപ്പോസ്തല പ്രവർത്തികൾ 26:7. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ആരാധിച്ച് ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട്. അടുത്ത ഭാഗം വായിച്ചേ, കണ്ടോ? എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ. ആമേൻ. ഇന്ന് രാത്രി തിരിച്ചറിയണം, വാഗ്ദത്തം നമുക്ക് പോക്കറ്റിൽ ഇരിക്കുന്ന ഒരു സാധനമല്ല. വാഗ്ദത്തത്തിൻ്റെ ഫുൾഫിൽമെന്റ് ആമേൻ നമ്മുടെ തലയൊപ്പം ഉയരത്തിൽ നിൽക്കുന്നതല്ല, നമ്മുടെ കയ്യെത്തും ദൂരത്തിലല്ല. ഇന്ന് രാത്രി തിരിച്ചറിയണം, നിന്റെ കയ്യെത്തും ദൂരത്തിലുള്ളത് എന്തെങ്കിലും 2026 പ്രാപിക്കുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നീ വാഗ്ദത്തത്തെ അല്ല പേഴ്സ്യൂ ചെയ്യുന്നത്. നിന്റെ കൈക്ക് എത്താത്ത ഒരു സാധനത്തെയാണ് നീ എന്ത് ചെയ്യുന്നത്? എത്തിപ്പിടിക്കുന്നത്. ഇന്ന് പകൽക്കാല 2025 സായാഹ്നത്തിൽ നിന്ന് 2026 നോക്കുന്ന ദൈവ പൈതലേ, നിനക്ക് അക്സസിബിൾ അല്ല എന്ന് പറയുന്ന, നീ നിനക്ക് പിടിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ഒരു സംഗതിയെ നീ എത്തിപ്പിടിക്കുക. അതാണ് വാഗ്ദത്തത്തിന്റെ പ്രത്യേകത. ഇന്ന് നിന്റെ കഴിവ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടത്തില്ല. നിന്റെ പ്രാപ്തി വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടത്തില്ല. നിന്റെ ഫിനാൻഷ്യൽ പൊട്ടൻഷ്യൽ പവർ വെച്ച് നോക്കിയാൽ നിനക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരു സാധനമേ ദൈവം വാഗ്ദത്തമായി പറയത്തുള്ളൂ. ഇന്ന് രാത്രികാല എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതായ വാഗ്ദത്തം കൈ കിട്ടുമെന്നല്ല, വാഗ്ദത്തം എവിടെയാണെങ്കിലോ ഞാനതിനെ എത്തിപ്പിടിക്കുക. പക്ഷെ പിതാക്കന്മാർ എങ്ങനെയാണ് വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചതെന്നറിയാമോ? അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചും കൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതായ ദൈവത്തിന്റെ വാഗ്ദത്തം. ഒന്നുകൂടെ വായിക്കാമോ? 26:7. നമ്മുടെ 12 ഗോത്രങ്ങളും, ആമേൻ, നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും 12 ഗോത്രങ്ങളും സ്തോത്ര രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതായ വാഗ്ദത്തം. അപ്പൊ ആരാധിക്കുന്നവൻ എന്തോ ചെയ്യുകയാണ്? വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കുകയാണ്. ഓരോ ആരാധന കഴിയുമ്പോഴോ, ഓരോ വർഷിപ്പ് കഴിയുമ്പോഴോ നീ ആ വാഗ്ദത്തത്തിലേക്ക് അടുക്കുകയാണ്. ഇന്ന് രാത്രികാല എൻ്റെ ആരാധന എന്നെ വാഗ്ദത്തവുമായി കണക്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ, എൻ്റെ ആരാധന എന്നെ വാഗ്ദത്തവുമായി കണക്ട് ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നവർ, അവർ മാത്രം കരമടിച്ച് 1 മിനിറ്റ് അന്യഭാഷകളിൽ ലാൽ ഫേ ബാൽ ഫേ സിഗലഗ ഡഗ ജഗ രമനഗ ധുരിദന ഗലഗസി മതനഗ റംബലംബ ലംബരാഗ ഭീകരാഗ ധാരധാരി റംബലംഗ ധൂരി ബീരി ഭീകരപ്പ രക്ഷകാല. നീ പറയുന്ന പൊസിഷൻ നിനക്ക് എത്തുന്ന ദൂരത്താണോ കുഞ്ഞേ? നീ പറയുന്ന ആ ഡെസിഗ്നേഷൻ നിനക്ക് എത്തുന്ന ദൂരത്താണോ കുഞ്ഞേ? നീ പറയുന്ന കാര്യങ്ങളൊക്കെ നിന്നെ കണ്ട് കൂട്ടിയാൽ കൂടുവോ? പക്ഷേ ഞാൻ അതിനെ എന്തോ ചെയ്യും? പിടിക്കാൻ കഴിയാത്തതിനെ ഞാൻ എത്തിപ്പിടിക്കും. പിടിക്കാൻ കഴിയാത്തതിനെ നീ എത്തിപ്പിടിക്കും.
നിന്റെ വിടുതൽ നിന്റെ വാഗ്ദത്തമാണ്, നിന്റെ അനുഗ്രഹം നിന്റെ വാഗ്ദത്തമാണ്, നിന്റെ നന്മ നിന്റെ വാഗ്ദത്തമാണ്, നിന്റെ ഉയർച്ച നിന്റെ വാഗ്ദത്തമാണ്, നിന്റെ മാന്യത നിന്റെ വാഗ്ദത്തമാണ്. ദൈവം നിന്നോട് അരുളി ചെയ്തത് നിന്റെ കയ്യെത്തും ദൂരത്തില്ല, നിന്റെ കണ്ണുകളിൽ നിന്ന് അത് കാണുന്നുമില്ല, പക്ഷേ നീ അതിനെ എത്തിപ്പിടിക്കും. ജീസസ് ജീസസ് ആമേൻ. വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കുന്നവന് മാത്രമേ, വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കാൻ നിൽക്കുന്നവനെ പോരാട്ടമുള്ളന്നേ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് വചനത്തിലേക്ക് മടങ്ങി വരാം. യോശുവയും കാലേബിനെയും സംഖ്യാപുസ്തകം 14 17 തോന്നുന്നു. യോശുവയും കാലേബിനെയും എറിയാൻ തക്കവണ്ണം പാളയം മുഴുവനും കല്ലെടുത്തു. അവരെന്തോ വേണ്ടാതനം പറഞ്ഞു, അവരെന്തോ ദോഷം ചെയ്തു. അവരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നെങ്കിൽ നമുക്ക് ആ ദേശം കിട്ടും. ഇവരെന്തെങ്കിലും റോങ് പറഞ്ഞു, ഇവരാരെങ്കിലും പ്രാഗിയോ, ആരെങ്കിലും ശപിച്ചോ, ആരെങ്കിലും വഴക്കുണ്ടാക്കിയോ, ആരെങ്കിലും അസഭ്യം പറഞ്ഞു, ആരെങ്കിലും അബ്യൂസ് ചെയ്യുകയോ അക്യൂസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. പിന്നെന്തിനാ ഇവരെ കല്ലെറിയുക? ആരുടെയെങ്കിലും വീട്ടിൽ കയറി മോട്ടിച്ചോ? എന്ത് ചെയ്തിട്ട് ആ സമൂഹം മുഴുവൻ ഇവരെ കല്ലെറിയാൻ നിൽക്കുന്നത്? They were pursuing the promise. They were believing in the promise of God. And they were declaring their faith. Jesus. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നീ അവിശ്വാസവും നിരാശയും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേൾക്കാനും കൂടെ പറയാനും 4 പേര് കാണും. പക്ഷേ നീ വിശ്വാസം പറഞ്ഞ് വാഗ്ദത്വത്തെ പേഴ്സ്യൂ ചെയ്യാൻ നിന്നാൽ നിന്നെ കല്ലെറിയാൻ ഒരു പാളയം മുഴുവനും നിൽക്കും. നിന്നെ കല്ലെറിയാൻ ഒരു പാളയം മുഴുവനും നിൽക്കും. ജീസസ്. ഇനി അതിനേക്കാൾ രസകരമായ ഒരു വിഷയം എന്താണെന്നറിയാമോ? ഇവരെ പറഞ്ഞു വിട്ടത് ആരാണെന്നറിയാമോ? മോശെ. കല്ലെറിയാൻ പാളയം മുഴുവൻ കല്ലെടുത്തു. മോശെ എന്തോ ചെയ്തു? മോശെ ഒന്നും ചെയ്തില്ല. മോശെ ഒന്നും ചെയ്തില്ല. ഇന്നൊരു പകൽക്കാലം രാത്രി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. വാഗ്ദത്തത്തെ പേഴ്സ്യൂ ചെയ്യുന്നവന് വേണ്ടി എതിരായി പലരും എഴുന്നേൽക്കും. പക്ഷെ വാഗ്ദത്തത്തെ പേഴ്സ്യൂ ചെയ്യുന്നവന് ഫേവറായിട്ട് സംസാരിക്കാൻ ഒരുത്തം പോലും കാണത്തില്ല. മോശെ ഒരു വാക്ക് പറയണ്ടായിരുന്നോ? കല്ല് താഴെ ഇടാൻ ഒരു വാക്ക് പറയണ്ടായിരുന്നോ മോശെ? എന്താ മോശെ ഒരു വാക്ക് പറയുന്നത്? മോശ ഒന്നും മിണ്ടിയില്ല. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. ആമേൻ. നിന്നെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു വിട്ടവർ പോലും നീ വാഗ്ദത്തത്തെ പേഴ്സ്യൂ ചെയ്യുമ്പോൾ മൗനമായിരിക്കാം. ഒരുപക്ഷെ നിൻ്റെ പാസ്റ്റർ അതിനകത്ത് മൗനമായിട്ടിരിക്കും, നിൻ്റെ പേരൻസ് അതിനകത്ത് മൗനമായിട്ടിരിക്കുക, നിൻ്റെ ലീഡർഷിപ്പ് അതിനകത്ത് മൗനമായിട്ടിരിക്കും. നിന്നെ എറിയാൻ നാട്ടുകാർ മുഴുവൻ കല്ലുമെടുത്ത് നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടിവർ മുഴുവനും വായും പൂട്ടി നിൽക്കുക. പക്ഷേ ഇന്ന് രാത്രി തിരിച്ചറിയണ, മോശ വായു പൂട്ടി നിന്നിടത്ത് സ്വർഗം ചിലത് പറയാൻ തുടങ്ങി. മോശം മിണ്ടിയില്ല, പകരം ദൈവം ഇറങ്ങി മിണ്ടി. ദൈവം എന്തുവാ പറഞ്ഞെന്നറിയാമോ? നീ എല്ലാം കൂടെ കല്ലെടുത്തതിൻ്റെ ഉദ്ദേശം ഇവരെ 2 പേരെയും കൂടെ നീ മരുഭൂമിയിൽ എറിഞ്ഞ് കൊല്ലുമെന്ന്. എന്നാൽ ഞാൻ പറയാം, ഇവരെ 2 പേരെ ഞാൻ അക്കരെ കൊണ്ടുപോകും, നിന്നെ ബാക്കിയുള്ള എല്ലാത്തിനെയും ഞാൻ ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലും. ജീസസ്. കല്ലെടുത്ത ഒറ്റ ഒരെണ്ണം അക്കരെ പോയോ? കല്ലെടുത്ത സകലത്തെ അവിടെ തന്നെ കൽക്കൂമ്പാരത്തിൻ്റെ അടിയിൽ കുഴിച്ചു മൂടിയപ്പോൾ ഈ 2 പേരെ അമാൻ. മോശ പറഞ്ഞ ഇത്രയ്ക്കേ പറയത്തുള്ളൂ. മോശ പറഞ്ഞ ഇത്രയുമേ പറയത്തുള്ളൂ. പക്ഷേ മോശയെ മിണ്ടാതാക്കിയത് ദൈവത്തിന് ചിലത് പറയാനുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ ആരോടോ പേഴ്സണലി ഒരു ദൂത് കൈമാറി വചനത്തിലേക്ക് കയറി വരികയാണ്. ചിലർ നിനക്ക് വേണ്ടി മിണ്ടേണ്ടടുത്ത് മിണ്ടിയില്ല, അവർ വല്ലാതെ വായും പൂട്ടി ഇരുന്നോ. ആമേൻ. ഒരു വാക്ക് നിനക്ക് വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ, ഒരൊറ്റ വാക്ക് നിനക്ക് വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നീ അനുഭവിച്ചു തീർക്കത്തില്ലായിരുന്നു. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഒന്നും മൂളുക പോലും ചെയ്തില്ല. ഇന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു കാഴ്ചയുണ്ട്. ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്ന ആ മനുഷ്യന്റെ മുഖം, ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്ന ആ മനുഷ്യന്റെ മുഖം ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, അവൻ മിണ്ടാതാക്കിയത് ഞാനാണെങ്കിൽ
ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കും. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പരിശുദ്ധാത്മാവിനോട് തരുന്ന ആലോചനയെ ഞാൻ കൈമാറാം. അവൻ ആ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നനെ കുഞ്ഞെ. പക്ഷെ ദൈവത്തിന് ആ പ്രശ്നം അവിടെ തീർക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇന്ന് രാത്രി പറയുന്നു, ആ പ്രശ്നം അവിടെ തീരേണ്ടതല്ല. ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാ. ആ പ്രശ്നം ദൈവം തീർക്കും. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവ് എനിക്ക് തരുന്ന വചനത്തെ ഞാൻ നിന്റെ മേൽ പറയുകയാണ്. The Lord shall perfect which concerneth you. The Lord shall perfect which concerneth you. Jesus. ദൂതന്മാർ സ്വർഗത്തിലേക്ക് പോയി. ഇടയന്മാർ തമ്മിൽ സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് ബേത്ലഹേമോളം പോയി കർത്താവ് നമ്മോട് സംസാരിച്ചതിനെ, അറിയിച്ചതിനെ, ഈ സംഭവത്തെ കാണണം. ജീസസ്. അവർ തമ്മിൽ പറഞ്ഞത് വാഗ്ദത്തങ്ങളെ കാണണം. എന്നിട്ട് അതിൻ്റെ 16-ാം വാക്യം, ലൂക്കോസ് 2:16, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അവർ ബന്ധപ്പെട്ടു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെയും കണ്ടു. സ്തോത്രം. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യേശുവിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ഞാനൊരു കാര്യം അതിനകത്തൊന്ന് പറഞ്ഞ് മുമ്പോട്ട് കയറുകയാണ്. സ്റ്റിൽ യേശുവും മാതാപിതാക്കളും എവിടെ തന്നെയുണ്ട്? വഴിയമ്പലത്തിൻ്റെ അവിടെ തന്നെയുണ്ട്. ആമേൻ. ഇവർ ബന്ധപ്പെട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ അവരവിടെ നിന്ന് പോയനെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവസരങ്ങൾ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുമെന്ന് നീ ചിന്തിക്കരുത്. പറയുന്നു, ആത്മീയതയിൽ നീ ഉഴപ്പനാകരുത്, ഭൗമികതയിൽ നീ താങ്ങിയും തൂങ്ങിയും നിൽക്കരുത്, ബന്ധപ്പെട്ട് ചെല്ലുക. ഉപവസിക്കാൻ ദൈവാത്മാവ് ഒരു പ്രേരണ തരുന്നെങ്കിൽ ഇപ്പോഴേ ഉപവസിച്ച് തുടങ്ങുക. അടുത്ത മാസം 2 ദിവസം ഉപവസിക്കാമെന്ന് നീ തീരുമാനിക്കരുത്. ഉപവസിക്കാൻ പ്രേരണ വന്നാൽ അടുത്ത മീല് കട്ട്. അയ്യോ, ഫ്രീസറിൽ ഒത്തിരി സാധനം ഇരിപ്പുണ്ടല്ലോ. ഫ്രീസറിൽ ഇരിക്കുന്ന സാധനത്തെക്കാട്ടിലും വിലയുള്ളതാണ് നിന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തം. അമേൻ, 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 അമേൻ. അവർ ബന്ധപ്പെട്ട് ചെന്നോ? അമേൻ. കാരണം അവരെ വേഗതയിൽ ഹറിയായിട്ട് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് അവരെന്ത് ചെയ്യുക? പോയി പോകുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, 2026 നിനക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ആലോചിച്ചുകൊണ്ട് നിന്നാൽ ചില അവസരങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റായി പോകാം. ഇല്ല, ദൈവത്തിൻ്റെ ടൈമിങ്ങിനകത്ത് നീ പ്രവർത്തിച്ചു കയറണോ? ഇന്ന് രാത്രികാല എവിടെയെങ്കിലും കിടക്കുന്ന ആത്മീക അലസതകൾ, ആമേൻ, ഭൗമിക അലസതകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തം ചൊല്ലി അതിനെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഒഴിപ്പിച്ച് കളഞ്ഞാട്ടെ. ഈ രാത്രി ഈ മീറ്റിങ്ങിനകത്ത് ചില അലസതയുടെ സ്പിരിറ്റുകൾ നിങ്ങളെ വിട്ടുമാറുകയാണ്. ആമേൻ, 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 ആമേൻ. അടുത്ത വർഷം തുടങ്ങി ജീസസ്, അടുത്ത വർഷം തുടങ്ങി രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് ഇവിടെ ആരും തീരുമാനിക്കണ്ട. ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന ആരംഭിക്കും. യെസ്, അടുത്ത വർഷം തുടങ്ങിയല്ല, ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന ആരംഭിക്കും. അവർ ബന്ധപ്പെട്ട് ചെന്ന് ശിശുവിനെ കണ്ടു. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ആമേൻ. അവർ ബന്ധപ്പെട്ട് ചെന്ന് ശിശുവിനെ കണ്ടു. അവർ ബന്ധപ്പെട്ട് ചെന്ന് ശിശുവിനെ കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആമേൻ, ഞാൻ ആ ഭാഗത്തിലേക്ക് പതുക്കെ വരാം. അവർ ബന്ധപ്പെട്ട്, ഇന്ന് രാത്രി ഞാൻ കുഞ്ഞുങ്ങൾ, യൗവനക്കാരോട് പ്രത്യേകമായി പറയുകയാണ്, ആമേൻ, ജീവിതത്തിൽ അലസതയുണ്ടാകരുത്. അവസരം നിന്റെ പുറകെ വരുമെന്ന് ചിന്തിക്കരുത്. അവസരത്തെ അറ്റ് ദ റൈറ്റ് ടൈം നീ കണക്ട് ആയിക്കോണോ. ആമേൻ. ഇന്ന് രാത്രി, ആമേൻ, അതരം തുറന്നു പറഞ്ഞേ, ഞാൻ അവസരങ്ങൾ പാഴാക്കുകയില്ല, ഞാൻ അവസരങ്ങൾ പാഴാക്കുകയില്ല. കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞേ, അവസരങ്ങൾ പാഴാക്കുകയില്ല, അവസരങ്ങൾ പാഴാക്കുകയില്ല. 2026 നീ പാസ് ഔട്ട്
ഔട്ട് ആകേണ്ടത് 2026 പാസ് ഔട്ട് ആകണോ? 2026 ജോയിൻ ചെയ്യേണ്ടടുത്ത് നീ 2026 തന്നെ ജോയിൻ ചെയ്യണോ? ആമേൻ. പതുക്കെ നോക്കാം. ഇല്ല ഇല്ല ഇല്ല, നീ ബന്ധപ്പെട്ട് ചെല്ലണോ. നീ ഓടിച്ചെന്നാലേ ചിലത് നീ ഓടിച്ചെന്നാലേ ചിലത് സംഗതിയാകത്തുള്ളൂ. ഓടിച്ചെന്നാലേ ചിലത് സംഗതിയാകത്തുള്ളൂ. ആമേൻ. 2 മാസം കഴിഞ്ഞ് വിസ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. നോ 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 നോ. 3 മാസം കഴിഞ്ഞ് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലല്ല, 2026 ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നോ നോ, 2026 ആരംഭിക്കേണ്ടതല്ല പ്രാർത്ഥന. ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് ആരംഭിക്കട്ടെ. ഉടൻ അത് ആരംഭിക്കട്ടെ. ജീസസ്. ലബലഹലബനാസിയ ദുരബലകടലബഹസിയ പ്രബർധാനി ദോൽബറബ പ്രബർധാന മഹസതാരിയ പ്രേഷ്മലി കടൂർ മഹസതാർ ബഹസതാരി. ജീസസ് ജീസസ്. ഇവർ പറയുകയാണ്, ആ വാക്യത്തിലേക്ക് തന്നെ കടന്നു വരാം. 15-ാം വാക്യം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം, ഇന്ന് ഈ മെസ്സേജ് തീരുമെന്ന് തോന്നില്ല. നാളെ ഞാൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. നാളെ തുടങ്ങി മെയിൻ ടോപ്പിക്കിലേക്ക് കയറുവാൻ ആഗ്രഹിച്ചതാണ്. നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം. അപ്പോൾ സംഭവം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആമേൻ. സംഭവം കാണണമെങ്കിൽ നമ്മൾക്ക് ഒരു പുറപ്പാട് ഉണ്ടാകണം. നമുക്ക് ആമേൻ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിങ്ങളൊന്ന് പുറപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വാഗ്ദത്തത്തെ കാണുകയുള്ളൂ. ആമേൻ. അപ്പോൾ ഇടയന്മാർ പറയുക, നമ്മൾ ഇവിടെ ഇരുന്നാൽ വാഗ്ദത്തത്തെ കാണുകയില്ല. നമ്മൾ ഇവിടെ നിന്നൊന്ന് മൂവ് ചെയ്താലേ വാഗ്ദത്തത്തെ കാണുകയുള്ളൂ. ഇന്ന് രാത്രികാലം പറയട്ടെ, ദൈവ പൈതലേ, നീ ഇവിടെ നിന്റെ സ്പിരിച്വൽ ലെവലിനകത്തുനിന്ന് നീ ഒന്ന് മൂവ് ചെയ്യണോ? ആമേൻ. നിന്റെ ഇപ്പോഴത്തെ പോയിന്റിൽ നിന്ന് നീ ഒന്ന് ചലിക്കാതെ നിനക്ക് വാഗ്ദത്തം കാണാൻ കഴിയത്തില്ല. വേഗത്തിൽ ഇപ്പോഴത്തെ പോയിന്റിൽ നിന്നൊന്ന് ചലിച്ചാട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നു 2025 എൻ്റെ സ്പിരിച്വൽ പൊസിഷനിൽ നിന്ന് എനിക്കൊന്ന് മുന്നോട്ട് പോകണോ? ആമേൻ. ആ 2025 സ്പിരിച്വലത്തിലെ എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു ഹയർ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ആകണോ? എനിക്കിവിടെ നിന്ന് മൂവ് ചെയ്താലേ, എനിക്കിവിടെ നിന്നൊരു അപ്ഗ്രഡേഷൻ, എനിക്കിവിടെ നിന്നൊരു പ്രൊസീഡിങ് ഉണ്ടായാലേ എനിക്ക് വാഗ്ദത്തത്തെ കാണാൻ കഴിയത്തുള്ളൂ. എനിക്കൊരു പ്രൊസീഡിങ് ആവശ്യമാണ്. എനിക്കിവിടെ നിന്നൊരു ചലനം ആവശ്യമാണ്. ആമേൻ ആമേൻ ആമേൻ. ബി റെഡി ടു ലീവ് സം കംഫർട്ട് സോൺ. ബി റെഡി ടു ലീവ് സം കംഫർട്ട് സോൺ. ലേ സൽതനാദിയാദര. ഇന്ന് രാത്രി ചില കംഫർട്ട് സോണുകളെ വിടാൻ ആമേൻ തീരുമാനിച്ചാട്ടെ. എല്ലാ അർത്ഥമേനിയ. ചില പള്ളിയും പട്ടത്തവും വിടണമെങ്കിൽ വിടണോ? ചില പാരമ്പര്യം വിടണമെങ്കിൽ വിടണോ? നീ ചിലതിനെ വിട്ടാലേ വാഗ്ദത്തം പ്രാപിക്കത്തുള്ളൂ. ചില കുടുംബവും കൂട്ടായ്മയും വിടണമെങ്കിൽ നീ വിടണോ? ചില ബന്ധനങ്ങളും വിടണമെങ്കിൽ നീ വിടണോ? നീ ഇവിടെ നിന്ന് ബേത്ലഹേമിലേക്കൊന്ന് പോയാലേ നിനക്ക് വാഗ്ദത്തം കാണത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ശക്തമായി ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നു. നീ ഒന്ന് പ്രൊസീഡ് ചെയ്യാമോ? നിനക്ക് വാഗ്ദത്തത്തെ കാണാൻ കഴിയോ? നീ ഒന്ന് പ്രൊസീഡ് ചെയ്യാമോ? നിനക്ക് വാഗ്ദത്തത്തെ കാണാൻ കഴിയോ? മിസ്രയീം വിട്ട് ഇസ്രായേൽ പുറപ്പെട്ടതുപോലെ, ഓ ആമേൻ, മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് അബ്രഹാം പുറപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ഞാൻ നിന്നോട് ചോദിക്കുന്നു, ആർ യു റെഡി ടു ലീവ് ദ കംഫർട്ട് സോൺ? ജീസസ്, ലീവ് ദ കംഫർട്ട് സോൺ. ആമേൻ. സുരക്ഷിത താവളങ്ങളെ വിട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? സുരക്ഷിത താവളങ്ങളെ വിട്ടാലേ വാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണം കാണുവാൻ കഴിയുകയുള്ളൂ. സുരക്ഷിത താവളങ്ങളെ വിടുക, കംഫർട്ട് സോണുകളെ വിടുക, വാഗ്ദത്തങ്ങളെ പ്രാപിക്കുക. ജീസസ്. അതിനകത്ത് അമേൻ പലതും നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അമേൻ, ലീവ് ദ കംഫർട്ട് സോൺ, പ്രൊസീഡ് ടു ദ പോയിന്റ് വെയർ പ്രോമിസസ് ഗെറ്റ് ഫുൾഫിൽഡ്. അമേൻ അമേൻ. ഇവരെങ്ങോട്ട് പോയാലാണ് വാഗ്ദത്തം കാണുന്നത്? ബേത്ലഹേം. ഞാൻ അതിലേക്കാണ് വരുന്നത്. ബേത്ലഹേമിലേക്ക് പോയി നമുക്ക് കർത്താവ് നമ്മോട് പറഞ്ഞതിനെ കാണാം. എന്താണ് ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം? ബേത്ത് എന്ന് പറഞ്ഞാൽ
വീട് എന്നാണ് അതിൻ്റെ അർത്ഥം. ബേത്ത് ലെഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ വീട്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അപ്പത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ നീ ചില വാഗ്ദത്വങ്ങളെ കാണും. അപ്പത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ എന്താണ് ഈ അപ്പം? ഈ അപ്പത്തിൻ്റെ ഒരു 3 ഭാഗങ്ങളെ പറഞ്ഞ് ഞാൻ മടങ്ങി വരാം. സ്തോത്രം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ 4 വാക്യങ്ങളെ വേഗത്തിൽ പറയാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തോ. അവിടെ കർത്താവ് പറയുകയാണ്, എന്താണ് അപ്പം? അപ്പം എന്ന് പറഞ്ഞാൽ സ്തോത്രം, അത് ദൈവത്തിൻ്റെ വചനമാണ്. ആമേൻ. ദൈവത്തിൻ്റെ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ തിന്ന മന്ന എന്തായിരുന്നെന്നറിയാമോ? അത് സ്തോത്രം, അത് വചനമായിരുന്നു. ഇതേ വിഷയമാണ് യേശു കർത്താവ് മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പിശാചിനോട് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, യേശു എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നറിയാമോ? മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ആത്മാവിനാൽ പരിഭൂമിയിലേക്ക് നടത്തപ്പെടുകയാണ്. ആമേൻ. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യേശു സ്നാനമേറ്റ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശു ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. 4-ാമത് യേശു എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയാമോ? വചനത്തെ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു ദൈവ പൈതലിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അവൻ ആദ്യം സ്നാനപ്പെടണം. 2, അവൻ ആത്മാവിനാൽ നിറയപ്പെടണം. 3, അവന് ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. പക്ഷേ ഉപവസിച്ചും പ്രാർത്ഥിച്ചും മാത്രം ഇരുന്നാൽ പോരാ. Amen. Your fasting should be accompanied with the word of God. ഉപവസിക്കുന്നവൻ എന്ത് ചെയ്യണം? സ്തോത്രം, അവൻ വചനത്തെ തിന്നണം. ഉപവസിക്കുന്നവൻ ഒരിക്കലും വിശന്നിരിക്കരുത്. ഉപവസിക്കുന്നവൻ ഒരിക്കലും പട്ടിണിക്കിരിക്കരുത്. ഉപവസിക്കുന്നവൻ വയറ് നിറച്ച് ഭക്ഷിക്കണം. അവൻ എന്തിനെ ഭക്ഷിക്കണം? ദൈവത്തിൻ്റെ വചനത്തെ ഭക്ഷിക്കണം. നാളെ തുടങ്ങി ഈവനിങ്ങുകളിൽ നമുക്ക് കോമൺ ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ആമേൻ. ഈ ദിവസങ്ങളിൽ ബൈബിളിലെ ഒരു പുസ്തകം നമ്മൾ ഒരുമിച്ച് വായിച്ചു തീർക്കാം. സ്തോത്രം. ഒരു ചെറിയൊരു പുസ്തകം, 4 അധ്യായങ്ങളുള്ള ഒരു ലേഖനം നമുക്ക് ഒരുമിച്ച് വായിച്ചു തീർക്കാം. സ്തോത്രം. നമ്മൾ ഒരുമിച്ച്. ആമേൻ. എപ്പോൾ നിങ്ങൾ ഉപവസിക്കുവാനിരിക്കുന്നു, ഞാനൊരു പേഴ്സണൽ തോട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. എപ്പോൾ നിങ്ങളൊരു 3 ദിവസം, 7 ദിവസം, 21 ദിവസം ഉപവസിക്കുന്നുവോ, അതിനകത്ത് നിങ്ങളൊരു ടാർഗറ്റ് വെക്കണം. ഈ ഫാസ്റ്റിങ്ങിനകത്ത് ഞാൻ ഇന്ന പുസ്തകം വായിച്ചു തീർക്കും. ഈ ഫാസ്റ്റിങ്ങിനകത്ത് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുമെന്ന് ചിന്തിച്ചാൽ നമുക്കൊരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. ഈ ഫാസ്റ്റിങ്ങിനകത്ത് ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കുക. ഈ ഫാസ്റ്റിങ്ങിനകത്ത് ദൈവം എന്നോട് സംസാരിക്കുന്നത് മുഴുവൻ ബൈബിളിൽ നിന്നായിരിക്കുക. ഈ ഫാസ്റ്റിങ്ങിനകത്ത് ദൈവം എനിക്ക് തരുന്ന പ്രോമിസസ് മുഴുവനോ ബൈബിളിൽ നിന്നായിരിക്കുക. എല്ലാ ഉപവാസത്തിൻ്റെയും വൈകിട്ട് പരിചയമുള്ള ഏതെങ്കിലും ഒരു പാസ്റ്ററെ വിളിച്ച്, പാസ്റ്ററെ ഞാൻ 21 ഇരിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം എന്തെങ്കിലും പറയുന്നോ എന്ന് ചോദിപ്പാൻ ആവശ്യമില്ല. നിന്നോട് ദൈവം സംസാരിക്കാനുള്ള മീഡിയം നിന്റെ ഫോണല്ല. നിന്നോട് ദൈവം സംസാരിക്കാനുള്ള മീഡിയം നിന്റെ കയ്യിലിരിക്കുന്ന വചനമാണ്. എല്ലാ ദിവസവും നീ ഫാസ്റ്റിങ്ങിലേക്ക് കയറുന്നുവെങ്കിൽ ഫാസ്റ്റിങ്ങിനകത്ത് നീ ഒരു ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ ബുക്ക് എടുത്ത് പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രേരിപ്പിക്കും ഏത് ഭാഗം എടുത്ത് വായിക്കണമെന്ന്. ആ ഒരു ബുക്ക് എടുത്ത് അങ്ങനെ വായിച്ച് നീ കയറി വാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ പുസ്തകം വായിച്ചു തീരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ 2025 ഒരു വ്യക്തി ആ പ്രാരംഭത്തിൽ വളരെ സങ്കടത്തിലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ടച്ച് ആ വ്യക്തിയിലുണ്ടായി. ആ വ്യക്തിയിൽ ആ ടച്ച് ഉണ്ടായതിനു ശേഷം അപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ ഇനി ഫാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ജോലിക്ക് ഡെയിലി പോകുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ചു തീർക്കണം. ആ ബുക്ക് എടുത്ത് വേഗത്തിൽ വായിക്കരുത്. അത് ഒരു മാസം തികച്ചു വേണ്ട ആ പുസ്തകം വായിക്കാൻ. 24 അധ്യായങ്ങൾ ചില്ലറ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേഗത്തിൽ വായിക്കേണ്ട, വളരെ പതുക്കെ മാത്രം വായിച്ചാൽ മതി. ഒരു ദിവസം വായിച്ചു തീർക്കണമെന്ന് പറഞ്ഞു. ഈ വ്യക്തി വായിക്കാൻ തുടങ്ങി. യോശുവയുടെ പുസ്തകമാണ്. യോശുവയുടെ പുസ്തകം വായിക്കാൻ തുടങ്ങി. 40 ദിവസമായിട്ടും യോശുവയുടെ പുസ്തകം വായിച്ചു തീർക്കുന്നില്ല. 21 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഫാസ്റ്റിംഗ് നിർത്തുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ
എന്താ ഫാസ്റ്റിംഗ് നിർത്താഞ്ഞേ? ഞാൻ ഫാസ്റ്റിംഗ് തീരുന്നിടം വരെ ഈ പുസ്തകം വായിക്കാമെന്നാണ് ചിന്തിച്ചേ. പക്ഷേ ഞാൻ തീരുമാനം മാറ്റി. ഈ പുസ്തകം വായിച്ച് തീരുന്നിടം വരെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, 4 വർഷമായിട്ട് സ്തോത്രം, 4 വർഷമായിട്ട് ചേഞ്ച് ചെയ്യപ്പെടാതിരുന്ന ഒരു പൊസിഷനകത്ത് 3 or 4 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയിട്ട് റേസിസത്തിനകത്ത് അവരെ തട്ടിക്കളഞ്ഞ പൊസിഷനകത്ത് ഈ അധ്യായം വായിച്ച് തീർന്ന് ബൈബിള് മടക്കിയ ആ സെയിം ഡേയിൽ ഒരു പൊസിഷൻ അവിടെ ഓപ്പണായി. അവർ ഉപവാസം നിർത്തി പിന്നെയും യോശുവയുടെ പുസ്തകം ആരംഭം തുടങ്ങി വായിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവരെ ഈസി ആയിട്ട് അതിനകത്തേക്ക് കയറ്റി. അവിടെ നിന്ന് ടക്ക് 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 എന്ന് ഈ വർഷം അവസാനിക്കുമ്പോൾ പ്രധാനമായ 3 പൊസിഷൻ ചേഞ്ചുകൾ ദൈവം അവരുടെ ജീവിതത്തിൽ നൽകി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ബേത്ലഹേമിലേക്ക് പോയാൽ, ദൈവത്തിൻ്റെ വചനത്തെ എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാൻ തുടങ്ങിയാൽ, ഈ 2025 അവസാനം ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയുകയാണ്, റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്, മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, പ്രൊക്ലെയിം ദ വേർഡ് ഓഫ് ഗോഡ്, ഡിക്ലെയർ ദ വേർഡ് ഓഫ് ഗോഡ്, ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. ദൈവത്തിൻ്റെ വചനം. എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ആമേൻ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വണ്ടികളിലെങ്കിലോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, എത്രയായാലും ഇതിനകത്തിരിക്കുന്നവരെല്ലാം 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം മിനിമം ഡ്രൈവ് ചെയ്യുന്നവരാണ്. ആമേൻ. യൂട്യൂബിൽ സിമ്പിളായിട്ട് ഓഡിയോ ബൈബിൾ കിട്ടും. ആമേൻ. ഇംഗ്ലീഷ് ബൈബിൾ ആണെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ കിട്ടും, മലയാളം ബൈബിളും കിട്ടും. പക്ഷേ അത് അത്ര ആക്റ്റീവ് അല്ല. സ്തോത്രം. ഓഡിയോ ബൈബിളുകളെ ഒന്നുകിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആമേൻ. നിങ്ങളുടെ യാത്രകളിൽ നിരന്തരമായി ഏതെങ്കിലും ഷഫിൾ ചെയ്തല്ല, ആമേൻ, ഒരു കറക്റ്റ് വേർഷൻ, ഒരു കറക്റ്റ് പോർഷൻ നിങ്ങൾ നിരന്തരം ശ്രവിച്ചുകൊണ്ടേ ഇരിക്കുക. വെളിപ്പാട് പുസ്തകം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഈ പുസ്തകം വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും ഭാഗ്യവാൻ. അപ്പോൾ നീ വാക്യങ്ങളെ, വചനത്തെ കേട്ടുകൊണ്ടിരുന്നാൽ എന്തു സംഭവിക്കും? All the misfortune will leave away and the fortune shall come to you. ആമേൻ. അനുഗ്രഹം വരുന്നത് എവിടെയാണെന്നറിയാമോ? ഭാഗ്യം വരുന്നത് എവിടെയാണെന്നറിയാമോ? റീഡ്, പ്രൊക്ലെയിം, ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ലസ്മരി കറ്റോൽ മഹത്താരിയ റൽമ കട്ടാരിയ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലല്ല, ഇപ്പോഴും ഉണ്ട്, നമ്മുടെ വീടുകളിലെല്ലാം ആമേൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് പറയുന്ന, ആമേൻ, അന്നൊന്നും കുടുംബ പ്രാർത്ഥന എന്നല്ല പറയുന്നത്. എന്താ പറയുന്നതെന്നറിയാവോ? വായിച്ചു പാടി പ്രാർത്ഥിക്കാം, വായിച്ചു പാടി പ്രാർത്ഥിക്കാമെന്ന് പറയും. അത് അങ്ങനെ അറിയാവുന്നവരൊന്ന് കൈവയ്ക്ക്. ആമേൻ. വായിച്ചു പാടി പ്രാർത്ഥിക്കാമെന്നാണ് പറയുന്നത്. ആമേൻ. അപ്പോൾ വീട്ടിലുള്ളവർ ഓരോരുത്തരും എന്ത് ചെയ്യുമെന്നറിയാമോ? ബൈബിളുകൾ നന്നായിട്ട് വായിക്കുക. നമ്മളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മുടെ എല്ലാവരുടെ അക്ഷരത്തെറ്റുകളെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞ് നമ്മളെ എല്ലാം ബൈബിൾ വായിപ്പിച്ചത് എവിടെ ഇരുത്തിയ? നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുത്തിയിട്ടാണ്. ആമേൻ. ഈ പഴയ, അത് നമ്മളൊക്കെ വായിക്കുന്ന സമയത്ത് പഴയ ലിപിയിലുള്ള ബൈബിളാണ്. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കുമെന്നും, ആമേൻ, ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ എന്ത് ചെയ്യുമോ? ആമേൻ, പൊട്ടത്തരം വായിക്കുമ്പോൾ ചിലപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ചിരിയുണ്ടാകും, ചിലപ്പം കളിയാക്കലുകളുണ്ടായിരിക്കും. ഇതിങ്ങനെ വായിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം, ആമേൻ, ഗോ ടു ദ ബേത്ലഹേം, ബേത്ലഹേമിലേക്ക്, അപ്പത്തിൻ്റെ വീട്ടിലേക്ക് പോകുക. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അഭേദ്യമായ ഒരു ബന്ധം ദൈവത്തിൻ്റെ വചനവുമായിട്ടുണ്ടായിരിക്കുക. ഇന്ന് രാത്രി തിരുവെഴുത്തുകളെ, ആമേൻ, തിരുവെഴുത്തുകളെ കരങ്ങളിൽ ഏന്തി ഒരു തീരുമാനമെടുത്തേ. ആമേൻ. ഐ ഷാൽ ലീവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ കൊണ്ട് ജീവിക്കുക. ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ കൊണ്ട് ജീവിക്കുക. ലാ മഹറകടാരിയ. ദൈവത്തിൻ്റെ വചനത്തെ കൊണ്ട് ജീവിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ കൊണ്ട് ജീവിക്കുക. ആമേൻ. യെരമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യെരമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്റെ വചനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഭക്ഷിച്ചു. അങ്ങനെയാണോ പറയുന്നത്? ആമേൻ. നിന്റെ വചനങ്ങളെ കിട്ടിയപ്പോൾ ഞാൻ കഴിച്ചെന്നാണോ പറഞ്ഞത്? അല്ല, നിന്റെ വചനങ്ങളെ ഞാൻ കണ്ടെത്തി, ഞാൻ ഭക്ഷിച്ചോ. ആമേൻ. കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണോ? അന്വേഷിക്കണോ. ആമേൻ. നിന്റെ വാഗ്ദത്തം ഇതിനകത്ത് കിടപ്പുണ്ട്, നിന്റെ ഡെസ്റ്റിനി ഇതിനകത്ത് കിടപ്പുണ്ട്, നിന്റെ പ്രോസസ് ഇതിനകത്ത് കിടപ്പുണ്ട്, നിന്റെ അവസ്ഥ ഇതിനകത്ത് കിടപ്പുണ്ട്. മിററിനകത്ത് നോക്കുന്നത് പോലെ നിന്റെ അവസ്ഥകളെ നിനക്ക് ഇതിനകത്ത് കാണാൻ കഴിയോ? സീക്ക് ആൻഡ് ദെൻ യു ഷാൽ ഫൈൻഡ്
മിനിറ്റ്. ഇന്ന് രാത്രി എത്ര പേർ പറയുന്നു എൻ്റെ അന്വേഷണങ്ങൾ ക്ലാസിഫൈഡ് പേജിലായിരിക്കത്തില്ല, എൻ്റെ അന്വേഷണങ്ങൾ ലിങ്ക്ഡിനിലായിരിക്കത്തില്ല, എൻ്റെ അന്വേഷണങ്ങൾ ഗൂഗിൾ സെർച്ചിലായിരിക്കത്തില്ല. എൻ്റെ സെർച്ച് എഞ്ചിൻ, എനിക്കൊരു സെർച്ച് എഞ്ചിൻ ഉണ്ട്. ആ സെർച്ച് എഞ്ചിൻ ഇതായിരിക്കാം. എനിക്കൊരു ബ്രൗസർ ഉണ്ട്, അത് ഇതായിരിക്കാം. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ സെർച്ച് എഞ്ചിൻ ബൈബിൾ ആയിരിക്കാം, എൻ്റെ ഡീഫോൾട്ട് സെർച്ച് എഞ്ചിൻ ബൈബിൾ ആയിരിക്കാം. I shall search my destiny, I shall search my wisdom, I shall search my process. Allah harakataramaniam prabhajaria raltamani agadagancharam prabarthani. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ആമേൻ. കിട്ടിയ ഭക്ഷിക്കുന്നതല്ല, കണ്ടെത്തി ഭക്ഷിക്കുക. സീക്ക് ആൻഡ് ഫൈൻഡ് ആൻഡ് ഈറ്റ്. ആമേൻ. ആമേൻ. എന്നിട്ട് അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് കയറാം. യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം, യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ തുടങ്ങി 3-ാം വാക്യം വരെ കടന്നു വരുമ്പോൾ ആമേൻ, പ്രവാചകനോട് ദൈവം പറയുകയാണ്, പ്രവാചക നീ അവനോട്, മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക എന്ന് പറഞ്ഞു. നീ കാണുന്നത് തിന്നുക എന്ന് പറഞ്ഞു. അമ്മേ, എന്താ കണ്ടതെന്നറിയാമോ? എന്താ കണ്ടത്? ഒരു ചുരുള് കൊടുത്തിട്ട് പറഞ്ഞു നീ കാണുന്നത് തിന്നോളാൻ പറഞ്ഞു. സ്തോത്രം. നീ കാണുന്നതിനെ തിന്നുക. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവത്തിൻ്റെ വചനം വായിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ വചനം തിന്നാനുള്ളതാണ്. അത് അകത്താക്കാനുള്ളതാണ്, അത് അകത്താക്കാനുള്ളതാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, സ്തോത്രം, ഈ ചുരുള് തിന്നിട്ട് നീ ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്ക എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയുകയാണ്, 2026 നീ ചിലരോട് സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. നീ ചിലരോട് സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു അപ്പോയിൻമെന്റ് ഇതിനകത്ത് ചിലരുടെ മേൽ ഈ ദിവസങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരെ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി സെൻസ് ചെയ്യുന്നുണ്ട്. ലാൽ ഹൽ ഗൽ 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 ധനാദിയ. നിനക്ക് ചിലരോട് നിന്ന് സംസാരിക്കേണ്ടി വരും. നിനക്ക് ചില ഉന്നതന്മാരോട് സംസാരിക്കേണ്ടി വരും. നീ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചിലരോട്, ഇതുവരെയും നീ ഇടപെട്ടിട്ടില്ലാത്ത ചിലരോട്, ഈ ദൂത് ആരോടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാനത് പേഴ്സണലി ആത്മാവിൽ കൈമാറുന്നു. നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് അതിന്റെ കൺഫർമേഷൻ തരുന്നു. നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് അതിന്റെ കൺഫർമേഷൻ തരുന്നു. ഇത് നിന്നോടുള്ള ദൂത്. Jesus. Hal bahara bahasa prabha. Rubola bahatania prabarthai. Ho 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 ho. Fire. ശക്കട കത്തല കട്ടല പൗഡ പ്രഭ 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 ജീവത്തോല പ്രേമ പ്രേമ പ്രീമ പ്രേമ പ്രേമ കൽമഹസ ലഹ 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 റിമന ഹതന പ്രേമസ്. നീ മൗനമായി നാളുകൾ കഴിച്ച ചില വിഷയങ്ങളിൽ നീ പറഞ്ഞു തുടങ്ങും. നിന്റെ വായ കെട്ടിവെച്ച വിഷയത്തിനകത്ത് നീ സംസാരിച്ചു തുടങ്ങും. You shall raise your voice. Paul Mahasiya. നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോകരുതെന്ന് പറഞ്ഞു ഒതുക്കി കെട്ടിയെടുത്ത്, നിന്റെ നാവിനെയും വായയും ബുദ്ധിയെയും കെട്ടിപ്പൂട്ടിയെടുത്ത് ഈ 2025 അവസാന പാദത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, you shall lift your voice shall echo. നിന്റെ ശബ്ദത്തിന്റെ മുൻപാകെ പ്രൈസാദിക അധികാരങ്ങൾ ചിതറും കുഞ്ഞ്.
ഹോ മനുഷ്യപുത്ര, നീ ഒരുത്തനോട് സംസാരിക്കുമെന്നല്ല പറഞ്ഞത്. നീ ഒരുത്തനോട് സംസാരിക്കുമെന്നല്ല പറഞ്ഞത്. നീ ഒരു രാഷ്ട്രത്തോട് മുഴുവനും സംസാരിക്കും. നീ ഒരു രാഷ്ട്രത്തോട് മുഴുവനും സംസാരിക്കും. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ചിലരുടെ മേലുള്ള ഡിവൈൻ അപ്പോയിന്റ്മെന്റുകളെ വിളിച്ചു പറയുന്നു. ഒരു രാഷ്ട്രം നിന്റെ ശബ്ദത്തെ കേൾക്കും. ഞാനിവിടെ ഒന്നും തൊടാൻ വന്ന വിഷയങ്ങളല്ല കേട്ടോ, പക്ഷെ പരിശുദ്ധാത്മ ഭയങ്കരമാണ്. രണ്ടായിരത്തി 26 4 ദിവസത്തെ യാത്രയ്ക്ക് നീ പോകും. അതിൽ 2 സെഷനുകൾ നീ സംസാരിക്കും. ഒരു കൺഫർമേഷനും കൂടെ പറയാം. നീ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പവർ പോയിന്റ് നീ അല്ല ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് നീ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഓർഗനൈസേഴ്സിൻ്റെ കൈ കൊടുക്കും. അവരായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. നീ അതിനകത്ത് നിന്ന് സംസാരിക്കത്ത് മാത്രമേ ഉള്ളൂ. ആ പവർ പോയിന്റിൻ്റെ പേജുകൾ മാറ്റുന്നത് നിൻ്റെ ലാപ്പിലായിരിക്കത്തില്ല. അവരൊരു ഡിവൈസ് തരും, അതിനകത്തായിരിക്കും നീ മാറ്റുന്നത്. നീ ഉന്നതരോട് സംസാരിക്കും. നീ ഉന്നതരോട് സംസാരിക്കും. ഇതോട് ചേർത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. പൗലോസ് പറയുകയാണ് 19:21. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മാസിഡോണിയയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. എനിക്ക് റോം വരെ പോകണം. എന്തിനാ? എനിക്ക് റോമിൽ വരെ പോകണം. എന്തിനാ? റോമിലൊന്ന് കാണാൻ പോകണം. ഇനി അതിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചേ. 23-ാം വാക്യം. പൗലോസിൻ്റെ പോക്ക് ക്യാൻസലായി. റോം കാണാൻ പോകണമെന്ന് ചിന്തിച്ചിരുന്ന പുള്ളിയാണ്. പക്ഷെ കാണാൻ പോകാൻ പറ്റിയോ? പറ്റിയില്ല. ഉടനെ എങ്ങാനും പോകാൻ പറ്റിയോ? ഇല്ല. പോകുന്നതിന് മുമ്പ് 3 വർഷം പിടിച്ച് വീട്ടു തടങ്കലിലാക്കി. പോയ വഴിക്ക് കയറിയ വണ്ടി ടോട്ടൽ ലോസായിപ്പോയി. അവിടെ നിന്ന് പിന്നെ കയറിയപ്പോഴാണ് പാമ്പ് കടിച്ചത്. ഈ ടോട്ടൽ ലോസ് ആവുന്ന വണ്ടി നിയന്ത്രണം വിട്ടിങ്ങനെ പോകുന്ന പോക്കിൽ പൗലോസ് ദൈവത്തിൻ്റെ അടുക്ക, കർത്താവേ ഈ വെള്ളത്തിൽ മുങ്ങിച്ചാവുമോ എന്ന് ചോദിച്ചപ്പം ഒറ്റ വാക്കേ ദൈവം പറഞ്ഞോളൂ. എന്താണെന്നറിയോ? നിനക്ക് അവിടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ഇതിനകത്തുനിന്ന് പറയുകയാണ്. പൗലോസ് റോം കാണാൻ പോകണമെന്ന് ചിന്തിച്ചു, പക്ഷെ പോയോ? ഇല്ല. പക്ഷേ റോമിൽ ഒരാളുണ്ട്, അന്നത്തെ ലോകം മുഴുവനും ഭരിക്കുന്ന സീസർ. അപ്പം ദൈവം പൗലോസിനെ റോം കാണാനല്ല കൊണ്ടുപോയത്, സീസറിനെ കാണാൻ. 2024 ബ്ലോക്ക് ചെയ്യപ്പെട്ട ഒരു ട്രിപ്പ് നിനക്ക് 2026 സംഭവിക്കും. പക്ഷേ അതിൻ്റെ ഉദ്ദേശം വേറെയായിരിക്കും. ആമേൻ. നീ റോം കാണാനല്ല പോകാൻ പോകുന്നത്, നീ കൈസറിനെ കാണാനാണ് പോകുന്നത്. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. ഇറ്റ് വിൽ നോട്ട് ബി എ വെക്കേഷൻ ടൂറിസ്റ്റ് ട്രിപ്പ്, ബട്ട് ഇറ്റ് വിൽ ബി എ കമ്മീഷൻഡ് ട്രിപ്പ്. നീ ഒരു ടൂറിസ്റ്റായിട്ടല്ല അവിടെ പോകാൻ പോകുന്നത്, നീ ഒരു കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റിനകത്തായിരിക്കും നീ എന്ത് ചെയ്യുന്നത്? ആ ദേശത്ത് പോകുന്നത്. ഒന്നുകൂടെ ഞാൻ ചോദിക്കാം. സ്തോത്രം. നീ ടൂറിന് പോയാൽ സ്വന്തം പോക്കറ്റിലെ ചിലവിൽ പോകേണ്ടി വരും. പക്ഷേ കമ്മീഷൻഡായിട്ട് പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ നീ പോകേണ്ടി വരും. ഇന്ന് രാത്രി കരമുയർത്തി ആമേൻ എന്ന് വിശ്വസിക്കുന്നവർ മാത്രം. ജീസസ്, ജീസസ്. നീ ചുരുള് തിന്നാൽ
നീ രാഷ്ട്രങ്ങളോട് സംസാരിക്കും. ഞാൻ പറയുകയാണ്, ഈ ദൂതിൻ്റെ നിവൃത്തി ആർക്കാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ ചുരുൾ തിന്നിട്ട്, എഹെസ്കേൽ 3:1-2, ഈ ചുരുൾ തിന്നിട്ട് നീ രാഷ്ട്രങ്ങളോട് സംസാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ചുരുൾ തിന്നാൽ നീ പിന്നെ ആരോട് സംസാരിക്കുന്നവനാകും? രാഷ്ട്രങ്ങളോട് സംസാരിക്കും. അമ്മേ, ഒത്തിരി കാലമായില്ലേ ഭാര്യയുടെയും പിള്ളേരുടെ അടുക്കലും മാത്രം കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്? മതിയെന്നേ, ഇനി നീ രാഷ്ട്രങ്ങളോട് സംസാരിച്ചു തുടങ്ങ്. ആമേൻ. മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പോൾ ആമേൻ, ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ വീടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. നീ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇൻ ഡെപ്ത് ഇറങ്ങുമ്പോൾ നീ ചില പ്രോമിസുകളുടെ ഫുൾഫിൽമെൻറ്റിലേക്ക് കണക്റ്റ് ആവുകയാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, രണ്ടാമത് അപ്പം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അപ്പോൾ ഇവിടെ അപ്പം എന്താണ്? ദൈവത്തിൻ്റെ ഹിതമാണ് അപ്പം. അപ്പം ബേത്ലഹേം അപ്പത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ദൈവേഷ്ടം നിറവേറുന്ന സ്ഥലം, ദൈവേഷ്ടം നിറവേറുന്ന സ്ഥലം, ദൈവേഷ്ടം നിറവേറുന്ന സ്ഥലം. എൻ്റെ സഹോദരങ്ങളെ, ദൈവേഷ്ടത്തിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നിൽക്കുന്ന ഇടത്ത് ദൈവേഷ്ടം ചെയ്യുന്നതിലപ്പുറമായി യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാകുന്നു, എന്നെ അയക്കണമേ, ഞാൻ പോകാം. എന്നാൽ അതിലും വ്യക്തമായിട്ട് എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ആമേൻ. ദൈവേഷ്ടം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വരണമെന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചു പറഞ്ഞാൽ ആമേൻ പോകണം. ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ മുൻപേ പറഞ്ഞ ഭാഗം തന്നെ പറയുകയാണ്, ചില കംഫോർട്ട് സോണുകൾ, ചില സുരക്ഷിത താവളങ്ങൾ വിട്ട് നീ പുറപ്പെടുമ്പോൾ ദൈവേഷ്ടം നിറവേറും. ദൈവേഷ്ടം നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം ഏത് സ്റ്റെപ്പ് ഞാൻ മുമ്പോട്ട് വെക്കണമോ ആ സ്റ്റെപ്പ് ഞാൻ മുമ്പോട്ട് വെക്കും. അപ്പം ദൈവേഷ്ടം എന്ന അപ്പം ഇരിക്കുന്ന സ്ഥലമാണ് ബേത്ലഹേം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പലപ്പോഴും നമുക്ക് ദൈവേഷ്ടത്തെ ഭയമാണ്. പക്ഷേ ദൈവേഷ്ടം ചെയ്യണമെന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഞാൻ പറയുന്നു, ദൈവേഷ്ടത്തെ ഇഷ്ടപ്പെടണം. അതാണ് 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം നിന്റെ ഇഷ്ടത്തെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറയുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് എന്തുണ്ടാകണമെന്നറിയാമോ? ദൈവഹിതത്തെ ഇഷ്ടത്തോടുകൂടി ചെയ്യണം. നമ്മുടെ ഇടയിലൊക്കെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, ചിലർക്ക് അതിനെ പൂർണ്ണമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഭാഗമാണ്, നമ്മൾ ദൈവഹിതത്തിൻ്റെ പെർഫെക്റ്റ് പേഴ്സ്പെക്റ്റീവ് നമുക്കുണ്ടാകണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ദൈവഹിതത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയുകയാണ്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. അപ്പം ദൈവഹിതം എപ്പോഴും എന്തായിരിക്കും? നന്മയായിരിക്കും. 2, അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി പ്ലീസിങ്, അത് സമാധാനവും സന്തോഷമുള്ളതായിരിക്കും. 3, ദൈവഹിതം എന്തായിരിക്കും? അത് പൂർണ്ണതയുള്ളതായിരിക്കും. ആമേൻ. നമ്മുടെ ഇടയിലൊക്കെ പറ്റുന്ന ഒരു അബദ്ധത്തെ ഞാൻ പറയാം. നമ്മുടെ ഒരു കുഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിന് പോയി അവൻ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മക്കളെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇൻ്റർവ്യൂവിന് ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പോട്ട് മക്കളെ, അത് ദൈവഹിതമായിരിക്കും. ആമേൻ. അപ്പോൾ ലഭിക്കാഞ്ഞത് മുഴുവൻ നമ്മൾ ഏതിൻ്റെ തലയിൽ കെട്ടിവെക്കും? ദൈവഹിതത്തിൻ്റെ മകളിൽ കെട്ടിവെക്കും. പക്ഷെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവഹിതം അതിനേക്കാൾ നല്ലതൊന്ന് ലഭിക്കുമെന്നുള്ളത് വാസ്തവമാണ്. ഒന്ന് കിട്ടാതിരുന്നത് ദൈവഹിതം തന്നെയാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ നമ്മുടെ ഉള്ളിനകത്ത് കിട്ടാത്തതെല്ലാം ദൈവഹിതമെന്നൊരു പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവരരുത്. ആമേൻ. അതിനേക്കാൾ നല്ലതെന്തോ ദൈവം കരുതി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പിലേക്ക് കൊണ്ടുവരണം. ആമേൻ. ദൈവഹിതത്തിനകത്തൊരു ഭയങ്കര ട്രസ്റ്റ് ഉണ്ടാകണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവഹിതത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന് ഒരിക്കലും വാഗ്ദത്തങ്ങളെ പിടിക്കാൻ കഴിയത്തില്ല. ആമേൻ. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം നന്മയാണ്. ഇന്ന് രാത്രി പറഞ്ഞേ, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം നന്മയാണ്. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം പ്രസാദകരമാണ്. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം പൂർണ്ണതയുള്ളതാണ്. ദൈവഹിതം സംഭവിച്ചാൽ എനിക്കൊരു ദോഷവും വരത്തില്ല.
പറഞ്ഞേ, ദൈവഹിതം സംഭവിച്ചാൽ എനിക്കൊരു ദോഷവും വരത്തില്ല. ദൈവഹിതത്തിനകത്ത് ഒരു ദോഷവുമില്ല സഹോദരങ്ങളെ. ദൈവഹിതം അനുഗ്രഹവും നന്മയുമാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ദൈവഹിതത്തിലേക്ക് പോവുക. 3 ഭാഗങ്ങളെ പറഞ്ഞ് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരാം. എന്നാൽ അതിനു മുൻപേ ഞാൻ ചോദിക്കുകയാണ്, ആമേൻ, ബേത്ലഹേം എന്താണ്? ഒരു അപ്പത്തിൻ്റെ വീടാണ്. അപ്പത്തിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കാണാൻ കഴിയും? അപ്പത്തിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കാണാൻ കഴിയുക? സ്തോത്രം. ആമേൻ. അപ്പത്തിൻ്റെ ഒരു കടയല്ല, അപ്പത്തിൻ്റെ ഒരു വീടാണ്. അപ്പോൾ അപ്പത്തിൻ്റെ ഒരു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പത്തിൻ്റെ മണം കിട്ടും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെ ഇന്നത്തെ ആധുനിക ലോകത്തിലാണെങ്കിൽ വേറെ 1-2 ശബ്ദങ്ങളെ കേൾക്കാൻ കഴിയുക. എന്തായിരിക്കുമെന്നറിയാമോ? അപ്പുറത്ത് സ്തോത്രം മാവ് പൊടിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയുക, ഇപ്പുറത്ത് മാവ് അരയ്ക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയുക. കുറച്ചും കൂടെ വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയുന്നറിയാമോ? മാവിങ്ങനെ ചട്ടിയിൽ ഒഴിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാൻ കഴിയുക. അപ്പത്തിൻ്റെ വീട്ടിൽ ഒന്നാമത് എന്തോ ഉണ്ടെന്നറിയാമോ? അപ്പത്തിൻ്റെ വീട്ടിൽ ഒരു ക്രഷിംഗ് ഉണ്ട്. അപ്പത്തിൻ്റെ വീട്ടിൽ ഒരു പൊടിയുന്ന അനുഭവമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറഞ്ഞു, കോതമ്പ് മണി വെറുതെ ഇരുന്നാൽ അത് തനിയെ ഇരിക്കുക, പക്ഷേ അതൊന്ന് ക്രഷ് ചെയ്യപ്പെട്ടാൽ, അതൊന്ന് ചത്തുവെങ്കിലോ വിളവ് നൽകുക. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, സ്തോത്ര, അപ്പത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ മനോഹരമായിരിക്കുന്ന കോതമ്പ് മണികളെല്ലാം എന്ത് ചെയ്യപ്പെടുന്നത് കാണാൻ കഴിയുക? അത് ക്രഷ് ചെയ്യപ്പെടുന്നത് കാണാൻ കഴിയുക. അതിങ്ങനെ അരയ്ക്കുന്നത് കാണാൻ കഴിയുക. ഇന്ന് രാത്രികാല നീ അരയ്ക്കപ്പെടുന്ന, നീ തകർക്കപ്പെടുന്ന, നീ പൊടിയപ്പെടുന്ന, നീ ക്രഷ് ചെയ്യപ്പെടുന്ന മേഖലകളെ നോക്കിയിട്ട് ഇന്ന് രാത്രികാലം അധരം തുറന്ന് പറഞ്ഞാട്ടെ, ഞാനൊരു വാഗ്ദത്തത്തിലേക്ക് പോവുകയാണ്. ലബനിയ 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 ലബോനിയ റംബോലിയ കട്ടോലിയ പ്രമോഷിയ പ്രഭാർഥാനി. ഇന്ന് രാത്രികാല നീ ക്രഷ് ചെയ്യപ്പെട്ടത്, നീ പൗഡറാക്കപ്പെട്ടത്, കഷ്ടതയുടെ പൗഡറിങ് നിന്റെ മേൽ നടന്നത്. ചില വാക്കുകൾ നിന്നെ ക്രഷ് ചെയ്തോ, ചില സംഭവങ്ങൾ നിന്നെ ക്രഷ് ചെയ്തോ, ചില ബന്ധങ്ങൾ നിന്നെ ക്രഷ് ചെയ്തോ. ലാ ലാ രാസകറ്റേലി റാംഷിബിലിയോ ജീബല ബഹതന മഹസതാനിയ ലദര ബഹടന മഹന്ദരാദിയ. Are you ready to be in Bethlehem? അപ്പത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടോ? അപ്പത്തിൻ്റെ വീട്ടിലേക്ക് പോയാൽ മില്ലി കയറേണ്ടി വരും. അപ്പത്തിൻ്റെ വീട്ടിലേക്ക് കയറിയാൽ ക്രഷ് ചെയ്യപ്പെടേണ്ടി വരും. ക്രഷ് ചെയ്യപ്പെട്ട, പൗഡർ ചെയ്യപ്പെട്ട ഈ ഫ്ലോറിനെ പിന്നെ രണ്ടാമത് എന്ത് ചെയ്യുമെന്നറിയാമോ? എന്നും ക്രഷിങ് അല്ല കേട്ടോ, എന്നും പൗഡറിങ് അല്ല കേട്ടോ. ഈ പൗഡറിനെ എടുത്ത് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഈ പൗഡറായി കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കോതമ്പെ കാറ്റടിച്ചാൽ പറന്നു പോവുമോ? ഇല്ല. പക്ഷെ കോതമ്പ് പൊടിയായി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഊതിയാൽ മതി, എന്ത് ചെയ്യുക? അത് പറന്നു പോകുക. എൻ്റെ സഹോദരങ്ങളെ, സഫറിങ്സ് മേക്സ് us more sensitive. ചില കഷ്ടതയിലിരിക്കുന്ന ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോലും പുള്ളി എന്ത് ചെയ്യുമെന്നറിയാമോ? ചിലപ്പം പിണങ്ങിയെന്നിരിക്കും, ചിലപ്പം കരഞ്ഞെന്നിരിക്കുക, ചിലപ്പം മാറിപ്പോയെന്നിരിക്കും. കാരണം പൗഡറിങ് മെയ്ഡ് ഹിം സെൻസിറ്റീവ്. പക്ഷെ അവൻ്റെ സെൻസിറ്റിവിറ്റി മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? വെള്ളത്തിനകത്ത് അവനെ കുഴയ്ക്കണം. ഇന്ന് രാത്രി ദൈവസഭയുടെ കൂട്ടായ്മ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിനകത്ത്, കഷ്ടതയ്ക്കകത്ത് പൊടിയപ്പെട്ട ധാന്യമേ, നീ വിശ്വാസത്തിൽ സ്ട്രോങ് ആക. കഷ്ടത നിന്നെ ഒത്തിരി സെൻസിറ്റീവ് ആക്കി. പക്ഷെ വിശ്വാസം എന്ന വെള്ളം നിന്നെ എന്താക്കി? സ്ട്രോങ് ആക്കി. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് പറയുകയാണ്, ഗോ ടു ബേത്ലഹേം.
അവിടെ പൊടിയപ്പെട്ടവനെ വെള്ളം സ്ട്രോങ് ആക്കുന്നത് കാണാൻ കഴിയുക. കഷ്ടത പൊടിച്ചവനെ വിശ്വാസം സ്ട്രോങ് ആക്കുന്നത് കാണാൻ കഴിയുക. കഷ്ടത പൊടിച്ചവനെ വിശ്വാസം സ്ട്രോങ് ആക്കുക. ഇന്ന് രാത്രി ആഭിചാരം പൊടിച്ചതായിരിക്കുക, മന്ത്രവാദം പൊടിച്ചതായിരിക്കുക, ഏത് പ്രതികൂലം നിന്നെ പൊടിച്ചതായിരിക്കുക, പക്ഷേ the faith is empowering you. വിശ്വാസത്തിൽ ശക്തിപ്പെട്, വിശ്വാസത്തിൽ ശക്തിപ്പെട്, വിശ്വാസത്തിൽ ശക്തിപ്പെട്, വിശ്വാസത്തിൽ ശക്തിപ്പെട്. ആമേൻ. അപ്പത്തിന്റെ വീട്ടിൽ പൊടി മാത്രമേ ഉള്ളൂ? അല്ല, പൊടിഞ്ഞവനെ വിശ്വാസത്തിൽ ശക്തീകരിക്കും. ആമേൻ. പൊടിഞ്ഞവനെ വിശ്വാസത്തിൽ ശക്തീകരിക്കും. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ എത്ര ലൂസായിട്ട് കുഴച്ചാലും ടൈം ബീയിങ് ഇതെന്തായിത്തീരും? കട്ടിയായിത്തീരും. ഇതാണ് വിശ്വാസം. How much you are soaked in faith, that much you will be strong. അപ്പ ചോദിക്കും, കർത്താവേ, ഞാൻ വിശ്വസിച്ചിട്ട് എന്താ കാര്യം നടക്കാത്തെ? എടാ, നീ ഇപ്പം ഇത്ര ലൂസല്ലേ? എടാ, 1 മണിക്കൂർ ഇരുന്നാലേ നീ എന്താകത്തുള്ളൂ? സ്ട്രോങ് ആകത്തുള്ളൂ. How long you are soaked in faith, that much you will be stronger. 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 Amen. സ്ട്രോങ് ആയി കഴിയുമ്പോൾ പിന്നെ എന്തു ചെയ്യും? കുറച്ചും കൂടെ വിശ്വാസം ഒഴിക്കും. ആമേൻ. വിശ്വാസം ഒഴിക്കും. മാവിൻ്റെ അളവ് കൂടിയോ? അല്ല, പൊടിയുടെ അളവ് കൂടിയോ? പക്ഷേ വിശ്വാസത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, after the powdering you will be strong through faith, but it will not be an overnight process. ഇതെന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? നീണ്ടുകൊണ്ടേയിരിക്കും. ചില വിഷയങ്ങളിൽ നീ പ്രാർത്ഥിച്ച് 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 മടുത്തുപോയെന്ന് പറയരുത്. നീ പ്രാർത്ഥിച്ച് 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 എന്തായിക്കൊണ്ടിരിക്കുക? സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. ആമേൻ. അടുത്തിരിക്കുന്നവരുടെ അടുക്ക പറഞ്ഞേ, നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. ജീസസ്. ഇത് സ്ട്രോങ് ആയപ്പോൾ, ആമേൻ, സ്ട്രോങ് ആയപ്പോഴാണ് ഇതിനകത്ത് എന്ത് വന്നത്? ഒരു ഫ്ലേവർ വന്നത്. ജീസസ്. വിശ്വാസമാണ് നമുക്ക് ഫ്ലേവർ കൊണ്ടുവരുന്നത്. ഈ പച്ചമാവെടുത്ത് ഒഴിച്ചാൽ എന്തേലും രുചിയുണ്ടോ? ഒന്ന് ഇരിക്കട്ടെ. ചില വിഷയങ്ങൾക്കൊക്കെ വിടുതൽ താമസിക്കുന്നത് ഫ്ലേവറിന്. ആമേൻ. എന്താ കർത്താവേ താമസിക്കുന്നത്? The Lord is flavoring you. ആമേൻ. ഇത് നിന്റെ വെയിറ്റിംഗ് സീസൺ അല്ല, ഇത് നിന്റെ ഫ്ലേവറിംഗ് സീസണാണ്. ആമേൻ. നീ വെയിറ്റിംഗ് പീരീഡിലല്ല, നീ ഫ്ലേവറിംഗ് പീരീഡിലാണ്. ഇന്ന് രാത്രി നിന്റെ വെയിറ്റിംഗ് പീരീഡിനെ ക്രോസ് ചെയ്തേ പറഞ്ഞേ, ഫ്ലേവറിംഗ് പീരീഡിലാണ്. ഞാൻ പൂർത്തീകരിക്കാൻ ടൈം കഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തിൽ ബലപ്പെട്ട് കഴിയുമ്പോൾ എന്തു ചെയ്യും? വിശ്വാസത്തിൽ ബലപ്പെട്ട് കഴിയുമ്പോൾ എന്തു ചെയ്യും? ഫ്ലേവർ വരും. ഫ്ലേവർ ഫിനിഷായി കഴിയുമ്പോൾ എന്തു ചെയ്യും? വിശ്വാസത്തിൻ്റെ പരിശോധന. അതെന്തൊരു പരിശോധനയായിരിക്കും? അഗ്നി പരിശോധനയായിരിക്കും. ജീസസ്. ആർ യു റെഡി ടു ബി ഇൻ ബേത്ലഹേം? ബേത്ലഹേമിൽ വന്നേ പറ്റൂ. ബേത്ലഹേമിൽ വന്നേ പറ്റൂ. പൊടിയൊക്കെ കഴിഞ്ഞ് വിശ്വാസത്തെ ധൈര്യപ്പെട്ടപ്പം പറഞ്ഞു, ഇപ്പോൾ വിടുതൽ നടക്കുമെന്ന്. ഓ, ഒരു വിടുതലും നടന്നില്ലെന്നേ. ക്രഷറിൽ നിന്ന് നേരെ എടുത്തിപ്പോൾ എങ്ങോട്ടാണ് ഇട്ടത്? ആമേൻ. ഇന്ന് രാത്രി നീ മില്ലിലാണോ ബോർമേലാണോ? കർത്താവെ, എത്രയും വേഗം ബോർമേക്കടെ കയറ്റി ഇറക്കിയാൽ മതിയായിരുന്നു. ഇല്ലെന്നേ, ഫ്ലേവർ ചെയ്യപ്പെടട്ടെന്നേ. ഈ രാത്രി 2025 നോക്കി പറഞ്ഞോട്ടെ, I have passed through crusher, I have passed through long waitings, I have passed through the furnace, but I know I am being a part of Bethlehem. I am being a part of Bethlehem.
ദൈവം നിന്നെ ബേത്ലഹേമിൽ കൊണ്ടുവന്നതേ നശിപ്പിക്കാനല്ല. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയുന്നു, ഈ ബേത്ലഹേമിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത്, ഈ പൗഡറിംഗ് യൂണിറ്റിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത്, ഈ വെയിറ്റിംഗ് പീരീഡിൽ ദൈവം നിന്നെ കൊണ്ടിട്ടത്, ഈ ഫർണസിൽ കൂടെ ദൈവം നിന്നെ കയറ്റിവിട്ടത് ചില വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാനാണ്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. കരമടിച്ച് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എഴുന്നേറ്റ് നിന്ന് കരമടിച്ചു പറഞ്ഞേ, എന്തിനെന്ന് ചോദിക്കില്ല. ഓ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ ഓ, എരിതിയിൽ വീണാലോ അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലോ അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തേയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വളരെ ശക്തമായ ദൈവവചനം നമ്മോട് ഇടപെട്ട ദൈവകൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. ആരെങ്കിലും ബദലിലേക്ക് വരുവാൻ ആഗ്രഹിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ബദലി വന്നേ ഒക്കത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ദൈവകരങ്ങളെ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ സമയത്ത് പ്രിയ സ്റ്റാൻലി പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹീതമായ രാത്രിക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് രാത്രി ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം.